അസ്സൗമു ജുന്ന. അസ്സൗമു ജുന്ന, ജന്നത്തല്ല ജുന്ന. നോമ്പ് നിങ്ങൾക്കുള്ള പരിചയമാണ്. പരിചയമല്ല, വിട്ടുമ്പോൾ തടുക്കാനുള്ള. ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ പരിചയ ഷീൽഡ് എന്ന് പറയും. ആ സാധനമാണ് നോമ്പെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിൽ നിന്നുള്ള ഷീൽഡാണ്? എന്തിൽ നിന്നുള്ള നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് നോമ്പ്? എല്ലാ തിന്മകളിൽ നിന്നും. പ്രധാനപ്പെട്ട മഹാരഥന്മാർ പറയുന്നത് നമുക്കറിയാം. സ്വർഗ്ഗത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാമും ഇബ്ലീസും തമ്മിലുള്ള സംഭവത്തിന്റെ പേരിൽ ഇബ്ലീസിനെ അല്ലാഹു പിടിച്ച് പുറത്തിടുന്നത് നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, നോമ്പ് നോൽക്കാത്തതിന്റെ പേരിലല്ല, പിന്നെയോ നോമ്പ് നോൽക്കാത്തത് ഹജ്ജ് ചെയ്യാത്തതിന്റെയോ എഴുതില്ലാത്തതിന്റെയോ ഒന്നിന്റെ പേരിലല്ല. ആദ്യ പാഠം മാനവകുലത്തിനും ജിന്നുകൾക്കും അല്ലാഹു നൽകുന്ന പാഠം അതാണ്. ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണുമണി തൂക്കം ഒരറ്റത്തിന്റെ മൈന്യൂട്ടായിട്ടുള്ള കിബർ അവശേഷിക്കുന്നുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ കടക്കൂല. ഹബീബ് റസൂലുള്ളാഹി മുൻഗാമികളായ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന വലിയ വലിയ അഹങ്കാരികൾ പറയുന്ന അഹങ്കാരമാണ് കിബർ എന്ന് പറയുന്നത്. എന്താണ് കിബർ എന്ന് പറഞ്ഞാൽ? ഒരാൾ എന്നേക്കാൾ താഴെയാണെന്ന് തോന്നൽ കിബർ. ആരെ കണ്ടാലും നമ്മൾ താഴെയാണ് എന്നുള്ള ചിന്തയുണ്ടാകും. താഴാനുള്ള മനസ്സുണ്ടാകും. ഹബീബ് റസൂലുള്ളാഹിയുടെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുടെ ഖുർആനിലൂടെ വായിച്ചു നോക്കിയാൽ ആ ചരിത്രമൊക്കെ പറഞ്ഞുള്ളത് താഴ്മയുടെ മനസ്സ്, താഴാനുള്ള മനസ്സ് ഹബീബ് റസൂലുള്ളാഹിക്കും സ്വഹാബത്തിനും അതുപോലെ പ്രവാചകന്മാർക്കും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ്. സയ്യിദുനാ ആദം അലൈഹിസ്സലാമിന്റെ ചരിത്രം സയ്യിദുനാ ആദം അലൈഹിസ്സലാം ചരിത്രം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. സയ്യിദുനാ ആദം അലൈഹിസ്സലാം എത്ര കാലം ഭൂമിയിൽ കരഞ്ഞ് നടന്നുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ കരഞ്ഞു ആദം അലൈഹിസ്സലാം 100 വർഷം ആകാശത്തേക്ക് തല ഉയർത്താതെ താഴോട്ട് നോക്കി നാണിച്ചു നടന്നു ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്തിന്? അല്ലാഹു ചെയ്തു പോയല്ലോ എന്നുള്ള പാപഭാരത്താൽ താഴോട്ട് നോക്കിയാൽ നടക്കാറുണ്ടായിരുന്നത്. രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. സൂചിപ്പിച്ചതാണ് ആദം അലൈഹിസ്സലാം നമ്മുടെ ദക്ഷിണേന്ത്യയിലാണ്, അതുപോലെ ശ്രീലങ്കയിലാണ് ഇറങ്ങിയതെന്ന് തെളിവ് ഈ സംഭവമാണ്. ഈ സംഭവവുമായിട്ട് കൂട്ടി കണക്ട് ചെയ്യാൻ കഴിയും. കാരണം സയ്യിദുനാ ആദം അലൈഹിസ്സലാം സ്വർഗീയ ഭക്ഷണങ്ങൾ കഴിച്ച് ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. ഭൂമിയിൽ കരഞ്ഞ് ലോകത്ത് അത്രയാരും കരഞ്ഞിട്ടുണ്ടാവില്ല. ലോകത്ത് എല്ലാവരും കരഞ്ഞാൽ കണ്ണീര് പോലും കൂട്ടിയാലും സയ്യിദുനാ ആദം അലൈഹിസ്സലാമിന്റെ കണ്ണീരിന്റെ അവിടെ എത്തില്ല. വലിയ മനുഷ്യനായിരുന്നു. മനുഷ്യനായിരുന്നു. 100 വർഷം തുടർച്ചയായിട്ട് കരഞ്ഞു വന്നാണ്. ആ കണ്ണീര് വിട്ടുവിട്ടു സ്വർഗത്തിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ആ എഫക്റ്റ് കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ശ്രീലങ്കയിലെയും ചെടികൾ വലിച്ചെടുത്തുവെന്നും ആ ചെടികൾക്ക് അല്ലാഹു സുഗന്ധം നൽകിയതെന്നും ചിത്രം രേഖപ്പെടുത്തുന്നു. സ്വർഗത്തിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ എഫക്റ്റ് കണ്ണീരിലൂടെ സയ്യിദുനാ ആദം അലൈഹിസ്സലാമിന്റെ കണ്ണീരിലൂടെ കൊടുക്കുന്നു. ആ കണ്ണീരിറ്റ് വീണ ചെടികളിലേക്ക് അതിന്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്ക് എന്തൊക്കെ കിട്ടിയത്? ലോകത്തെ ഏറ്റവും മികച്ച ചോദ്യത ഇന്ത്യൻ ഓത് അല്ലെ? അവിടെ പോയിട്ട് പഠിപ്പിച്ചിട്ട് വരുന്നുണ്ടല്ലോ അല്ലെ? കോഴിക്കോടൊക്കെ എന്തിനാണ് ഊതിന്റെ ഷോപ്പും ഊതിന്റെ ചില്ലറയേക്കാൾ മനോഹരമായ വലിയ ഷോപ്പുകൾ അറബികൾ അത് വാങ്ങാൻ കൊണ്ടുവരുന്നുണ്ട്. കോട്ടക്കല്ലേക്കും കോഴിക്കോട്ടേക്കൊക്കെ അറബികള് നല്ല ഊത് വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ നടന്നു വാങ്ങിക്കുന്നത് ഇത് ഇന്ത്യൻ ഊതാണ്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഊത് എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാം. രണ്ടഭിപ്രായമാണ്. ഒന്ന് ആദം അലൈഹിസ്സലാം വരുമ്പോൾ കൊണ്ടുവന്നുവെന്നും ഇങ്ങനെ ഒരു അഭിപ്രായം ആദം അലൈഹിസ്സലാമിന്റെ കണ്ണീര് വലിച്ചെടുത്തിട്ട് അതിൽ സുഗന്ധം ഉണ്ടായിരുന്നു. നോക്കൂ, പിന്നെ അതുപോലെ നമ്മുടെ ഇഞ്ചി സുഗന്ധവ്യഞ്ജനമല്ലേ, ചന്ദനം, അതുപോലെയുള്ള എല്ലാ പൊരുളുകളും അതുപോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ സ്പൈസസ് നമ്മൾ പറയുന്ന എല്ലാ വസ്തുക്കളും അതൊക്കെ സ്വർഗീയ വ്യഞ്ജനങ്ങളാണെന്ന് ഖുർആൻ രേഖപ്പെടുത്തിയതാണ്. സ്വർഗീയ വ്യഞ്ജനങ്ങളാണ് അതൊക്കെ എത്തിയത് സയ്യിദുനാ ആദം അലൈഹിസ്സലാം മുഖേനയാണ്. അതിന്റെ അഭിപ്രായം ആദം അലൈഹിസ്സലാം കൊണ്ടുവന്നതൊന്നുമല്ല, അവിടുത്തെ കണ്ണീര് വലിച്ചെടുത്തിട്ട് സസ്യങ്ങളിൽ ഉണ്ടായത് എന്നാണ്. അത്
തേടിയാണ് ആരിവിടെ വന്നത്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും അപ്പികൾ പണ്ടേ ഇവിടെ വന്നതാണ്. നമ്മളെടുത്ത് പുറത്തേക്ക് നമ്മള് മന്ദിരം ഒരുപാട് പുറത്തേക്ക് എറിയും. അതിനു വേണ്ടിയാണ് ലോകം കൊണ്ടുവന്നത്. നമ്മൾ അറ്റാക്ക് ചെയ്തത്, നമ്മൾ നൂറ്റാണ്ടുകളോളം പോരടിച്ചത്, നമ്മൾ ഒരുപാട് ആളുകൾ ഷഹീദായത് ഈ ഒരു സാധനം കൊണ്ടുപോകാൻ വേണ്ടി അവർ വന്നതിന്റെ പേരിലാണ്. വേറെ എന്താണല്ലേ? നമ്മളെ കണ്ടിട്ടൊന്നല്ലല്ലോ വന്നത്, നമ്മളെ ചെറുക്കത്തെ സ്ത്രീകളെ കണ്ടിട്ടൊന്നല്ല വന്നത്. ഈ സുഗന്ധ വ്യക്തികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ലോകം ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് വലിയ അറിയാമില്ല. നമുക്ക് കിട്ടുന്നത് നല്ല സാധനമല്ല. എല്ലാ എക്സ്പെർട്ട് ക്വാളിറ്റികളുടെയും പുറത്തേക്ക് കടത്തിവിടും എന്നുള്ളതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ. നോക്കൂ നിങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എത്രത്തോളം സയ്യിദുനാ ആദം അലൈഹിസ്സലാം കരഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആദം അലൈഹിസ്സലാമിന്റെ കരച്ചിൽ ആ കണ്ണീരിന്റെ കയ്യും കണക്കുമില്ലത്തെ ഭൂമിയിൽ വിനയാന്യതനായി ജീവിച്ച സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അതുകൊണ്ട് മനുഷ്യനെ കുറിച്ച്, നല്ല മനുഷ്യന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിടത്തൊക്കെ അല്ലാഹു രേഖപ്പെടുത്തിയത് മനുഷ്യൻ എന്നല്ല ഇൻസാൻ എന്ന് പറഞ്ഞിടത്തൊക്കെയും മനുഷ്യനെ കുറിച്ച് മോശമായ ചിത്രീകരണമാണ് അല്ലാഹു നടത്തിയത്. അല്ലാഹു പറയുന്നു, അല്ലാഹു ഒരുപാട് സ്ഥലത്തിൽ മനുഷ്യൻ എത്ര നന്ദി കെട്ടവനാണ്, ശപിക്കപ്പെട്ട മനുഷ്യൻ എത്ര നന്ദി കെട്ടവനാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചവനാണ് എന്ന് മനുഷ്യൻ. പക്ഷേ നല്ലത് പറഞ്ഞത് എന്താ പറഞ്ഞത്? ആദമിന്റെ മക്കളെന്നാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. മനുഷ്യന്മാരെ എന്നല്ല പറഞ്ഞത്, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അല്ലാഹു കറാമത്ത്, നമുക്ക് ഓരോരുത്തർക്കും കറാമത്ത് കിട്ടിയപ്പോ നമ്മൾ ആദം നബിയുടെ മക്കളാവണം. ആരാ നബിയുടെ മക്കൾ? തൗബ ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. തെറ്റ് ചെയ്തു പോയി റബ്ബേ, പറ്റിപ്പോയി റബ്ബേ എന്നുള്ള പശ്ചാത്തലത്തിന്റെ കുറ്റബോധത്തിന്റെ മനസ്സുള്ളവരാണ് ആദമിന്റെ മക്കളെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ പശ്ചാത്താപത്തിന്റെ നിരന്തരമായി പല ആളുകളുടെ കഥ പറഞ്ഞു. വലിയ തമ്മാടികളായി ജീവിച്ചിരുന്ന ആളുകൾ, അല്ലെ, വലിയ കുറ്റവാളികളായി ജീവിച്ചിരുന്ന ആളുകൾ. പക്ഷേ ഒരു നിമിഷത്തെ ഒരു ദിവസം മനസ്സാന്തരം ഉണ്ടായവർ വലിയ മശായിഖുമാരും വലിയ ആലിമീങ്ങളുമായി ഉയർത്തിയതിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് ചരിത്രത്തിൽ വായിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ ഉണ്ടായതാണ്, സംഭവങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. സയ്യിദുനാ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, ബസ്രയിലെ ഏറ്റവും വലിയ റൗഡിയായിരുന്ന, ഏറ്റവും വലിയ പെൺകോർത്തനായി നടന്നിരുന്ന ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, ഒരു പെണ്ണിന്റെ ഒരു നിമിഷത്തിൽ തഖില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നുള്ള വചനം ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ മനസ്സാന്തരം വന്നതല്ലേ? കണ്ടുകൊടുത്ത സംഭവം നിങ്ങൾക്ക് അറിയാലോ. മാനസാന്തരങ്ങൾ അത്ര നിമിഷം മതി. പക്ഷെ നമ്മൾ എത്ര കേട്ടിട്ടും നമുക്ക് വരുന്നില്ലെങ്കിൽ എന്തോ വലിയൊരു ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തണമെന്നല്ല. ഇത്രയൊക്കെ കേട്ടിട്ട് നമുക്ക് നന്നാവാൻ കഴിയുന്നില്ലെങ്കിൽ, ഇത്രയൊക്കെ ആയിട്ട് നോമ്പ് കിട്ടിയിട്ടും അവസരങ്ങൾ കിട്ടിയിട്ട് നമുക്ക് നന്നാവാൻ കഴിയുന്നില്ലെങ്കിൽ എന്തോ ഒരു വലിയ ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തേണ്ടതുണ്ടെന്നതിന്റെ അർത്ഥം. ഒരു മേജർ ഓപ്പറേഷൻ നമ്മൾ നടത്തണം, അതേ പറ്റും. ശരീരത്തിന് പല പ്രശ്നങ്ങൾ തന്നെ നമ്മൾ എല്ലാ മേജർ ഓപ്പറേഷൻ നടത്തി എത്ര ലക്ഷങ്ങളും കോടികളും കൊടുക്കും. എന്തേ മനസ്സിനൊരു ഓപ്പറേഷൻ നമ്മൾ നടത്താത്തത്? എന്തേ നമ്മുടെ റൂഹിനൊരു ഓപ്പറേഷൻ നമ്മൾ നടത്താത്തത്? എന്തേ അതിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാത്തത്? എന്തേ അതിനു വേണ്ടി കോടികൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാവാത്തത്? കാരണം അതല്ലേ മക്കൾ ഉപകരിക്കൂല, സ്വത്ത് ഉപകരിക്കൂല, സലീമായ ഹൃദയവുമായി എന്റെ അടുത്തേക്ക് വന്നവർക്കൊഴികെ രക്ഷയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ. ഏതായി സലീമായ ഹൃദയം? കിബറില്ലാത്ത ഹൃദയം, ഹസദില്ലാത്ത ഹൃദയം. നമ്മൾ എങ്ങനെയാണ് ദുനിയാവിലേക്ക് അയച്ചത്? അപ്പൊ ഹൃദയം ഉണ്ടല്ലോ, പരിശുദ്ധമായ ഹൃദയം. ഒരു കുഞ്ഞു കുട്ടി എത്ര നിഷ്കളങ്കനാണ്, ആരോടും ചിരിക്കുന്നൊരു കുഞ്ഞ്, ആരെ കണ്ടാലും ചിരിക്കുന്നൊരു കുഞ്ഞ്. അതിനറിയില്ല എന്റെ ശത്രുമാര്, മിത്രമാര്. പിന്നെ ആ കുഞ്ഞിനെ ആരാണ് ഇന്നയാൾ ശത്രുവാന്ന് പഠിപ്പിക്കുന്നത്, ഇന്നയാളോട് മിണ്ടരുതെന്ന് പഠിപ്പിക്കുന്നത്, ഇന്നയാൾ ശരിയല്ലെന്ന് പഠിപ്പിക്കുന്നത്, ഇന്ന അയൽവാസി ശരിയല്ല, ഇന്ന ബന്ധ ശരിയല്ല, ഇന്ന കാക്ക ശരിയല്ല, ഇന്ന മറ്റത് ശരിയല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? ഒരിക്കലും അങ്ങനെ വരുന്നില്ലല്ലോ. എല്ലാ കുട്ടികളും ജനിക്കപ്പെടുന്നത് അലൽ ഫിത്ര, ഫിത്രയുടെ മേലിലാണ്, ശുദ്ധമായ പ്രകൃതത്തിന്റെ മേലിലാണ്. ഹബീബ് റസൂലുള്ളാഹ്. പിന്നെ അവന്റെ മാതാപിതാക്കളാണ് അവനെ വഴിതെറ്റിക്കുന്നതെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മൾ പറയുന്നു വേണ്ട, അവർ നമ്മൾ ഒപ്പിയെടുക്കുന്നുണ്ട്, നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്, പിന്നാലെ തന്നെയുണ്ട്. കാസർഗോഡ് ഭാഷ കുട്ടി പഠിച്ചത്, അല്ലെങ്കിൽ കാസർഗോഡ് സ്ലാങ് കുട്ടി പഠിച്ചത് നിങ്ങൾ ഒരു നഴ്സറിയിൽ ചേർത്തിയിട്ടല്ല. എത്ര ബുദ്ധിമുട്ടുണ്ട് കാസർഗോഡ് ഭാഷ പറയാൻ. ആര് ഭംഗി വരുന്നത് ഇപ്പോഴും പലതൊന്നും പറയാൻ കഴിയില്ല. സംസാരം അല്ലേ, അങ്ങനത്തെ അത്രയും ആ മനോഹരമായ ഒരു ഭാഷാശൈലി ഇത് ആരാ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? നഴ്സറി ചേർത്തിട്ടാണോ? അല്ല.
ഞങ്ങൾക്ക് ഞാൻ 10-15 കൊല്ലമായി ഇവിടെ ഇതുവരെ വഴങ്ങിയിട്ടില്ല. 10-15 കൊല്ലമൊക്കെ ഇവിടെ ജീവിച്ചിട്ട് വഴങ്ങാത്തത് എങ്ങനെ ഒരു കുട്ടി പഠിച്ചിട്ട് നിങ്ങൾ ആരും പഠിപ്പിച്ചിട്ടല്ല. അതുപോലെ നിങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ നോക്കുകളും എല്ലാം പകർത്തിയെടുക്കുന്നുണ്ട് ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് പറഞ്ഞിട്ട് വൈറ്റ് പേപ്പർ തിയറി എന്ന് പറയുന്ന സൈക്കോളജി, ഒരു വൈറ്റ് പേപ്പറാണ് കുഞ്ഞിന്റെ മനസ്സ്. അതിലേക്ക് നിങ്ങളാണ് ഓരോ കറുത്ത നോട്ടുകളും നൽകുന്നത്. ശുദ്ധ പ്രകൃതത്തിൽ ജനിച്ചൊരു കുഞ്ഞിന്റെ മനസ്സിലേക്ക് അവർ 13, 14, 15 വയസ്സാകുമ്പോഴേക്ക് അവന്റെ ഹൃദയം കാഠിന്യമായി പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നമ്മളാണ്. നമ്മൾ എവിടെയോ പറഞ്ഞു വെച്ച വാക്കുകളാണ്, നമ്മൾ അയൽവാസിക്കെതിരെ പറഞ്ഞ വാക്കുകളാണ്, നമ്മൾ പണ്ഡിതന്മാർക്കെതിരെ പറഞ്ഞ വാക്കുകളാണ്. പണ്ഡിതന്മാരിൽ തെറ്റുകാരുണ്ട്, അയൽവാസികൾ തെറ്റുകാരുണ്ട്. പക്ഷെ അത് കുഞ്ഞിനോട് അങ്ങനെ പറയേണ്ടതല്ല. അവരോട് പറയേണ്ട രീതിയിൽ അവർ ഉണർത്തിയെടുത്തതിന്റെ പേരിലാണ് അതൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്കൊന്നും തെറ്റ്, എല്ലായിടത്തും തെറ്റുണ്ട്, എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്, എല്ലാത്തിനും വ്യാജന്മാർക്കുണ്ട്. അങ്ങനെ പഠിപ്പിക്കണം കുട്ടികൾ. അല്ലാതെ എന്തെങ്കിലും കാണുമ്പോൾ ഇപ്പൊ പുതിയ ട്രെൻഡ് ഉസ്താദ്മാർക്ക് എന്തെങ്കിലും കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് കാണുക. പറയാം കുടുംബത്തിൽ എല്ലാവരും ചിരിക്കുക. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? എന്താ അതുപോലെ സംഭവിക്കാൻ പോകുന്നത്? നമുക്കൊരു ചിരി, നമുക്കൊരു തമാശയാണോ? അതല്ല വളർന്നു വരുന്ന ഒരു തലമുറയിൽ ഈ ഒരു സമൂഹത്തെ ഇല്ലാതെയാക്കുക, ഈ ഒരു തർബീയത്ത് ഇല്ലാതെയാക്കുക, ഈ ഒരു മതപരമായ ചുറ്റുപാടുകൾ ഇല്ലാതെയാക്കാൻ വളരെ ആസൂത്രിതമായിട്ടാണ് ഉസ്താദ് റോസ്റ്റ് അടക്കം. എന്താണ് കളിയാക്കുന്നത്? നമ്മൾ ഖുർആൻ പറയുന്ന സംഗതി, നമ്മൾ സ്വർഗത്തിൽ ഹൂറിൽ കണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കളിയാക്കുന്ന ചിരിക്ക മുസ്ലിം സമൂഹം. നരകമുണ്ട് എന്ന് പറഞ്ഞാൽ ആ നരകത്തിന് ഇത്ര വീതിയുണ്ട്, സ്വർഗത്തിന് ഇത്ര വീതിയുണ്ട്, അതിന്റെ റൂമുകൾക്ക് ഇത്ര വീതിയുണ്ട് എന്ന് നമ്മൾ ഖുർആൻ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതി നമ്മൾ അത് പറഞ്ഞാൽ അതിനകത്ത് ക്ലിപ്പിട്ടിട്ട് നിങ്ങൾ അത് കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി നമ്മുടെ ഈമാൻ جددوا إيمانكم ونبروا قلوبكم بقول لا إله إلا الله. أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار. അഖീദയുടെ കിതാബുകൾ പ്രത്യേകം വലിയ വിശാലമായി വിശദീകരിക്കുന്നുണ്ട്. രക്തത്തിൽ ഇസ്ലാം പുറത്തു പോകാൻ വലിയ പഠിപ്പില്ല, ചെറിയ നിസ്സാരമായ ചെയ്യണമെന്നില്ല. ഈ ജുമുഅ നമ്മൾ ചെയ്യണമെന്നില്ല, ജുമുഅക്ക് ഇന്ന് വന്നില്ല ഇസ്ലാം പുറത്തു പോകുന്നില്ല. അത് അള്ളാഹു പൗരമായിട്ടൊരു തെറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം ഒരുത്തൻ ജുമുഅക്ക് പോകുമ്പോ എന്ത് ജുമുഅടാ എന്ന് പരിഹസിച്ചു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമാണെങ്കിൽ, അവന്റെ മനസ്സ് തട്ടി അവൻ പറഞ്ഞതാണെങ്കിൽ അതിന് സപ്പോർട്ട് നീ നൽകുകയും ചെയ്താൽ രക്ഷിക്കുമാറാവട്ടെ. ഈമാൻ അത്രയും വിലപ്പെട്ടതാണ്, ഫലപ്പെട്ടതാണ്. ഇസ്ലാം ഫലപ്രദമായി പറഞ്ഞ സംഗതി ഔറത്ത്, പുരുഷന്റെ ഔറത്ത് സ്ത്രീയുടെ ഔറത്ത് എപ്പോഴും പറയുന്നതാണ്. സ്ത്രീക്ക് മാത്രമല്ല, സ്ത്രീകളെ ഔറത്ത് പഠിപ്പിക്കാൻ ഭയങ്കര. പുരുഷന്റെ ഔറത്ത് തുണിയെടുക്കുമ്പോ മുട്ടിന്റെ മേലെ കയറുക എന്നുള്ളത് പുരുഷന്റെ ഔറത്തല്ലേ, അത് വെളിവാക്കാൻ പാടില്ല, അത് ഹറാമാണ്. സ്ത്രീ എങ്ങനെ തലതുറന്നിടുന്നോ അതിന് സമാനമാണ് പുരുഷൻ ട്രൗസറിന്റെ ഭാഗത്ത് പോകുന്നത്, സമാനമാണ്. അവിടെ ഉപദേശിക്കാൻ പോകുന്നു ഇത്ര നിസ്സാരമായിട്ട് അത് കാണുന്നത്. ഹറാം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു സംഗതിയെ പരിഹസിക്കലും പുച്ഛിക്കലും അതൊക്കെ ഇസ്ലാം എന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന സംഗതികൾ. നിരന്തരം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഖസ്വത്തുൽ ഖൽബും ഫിസ്ഖിലേക്കും നയിക്കും. നിരന്തരം ഹറാമുകളും കറാഹത്തുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിന്നെ അതൊക്കെ നിസ്സാരമായി തോന്നും. പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ തൗബയുടെ മനസ്സുണ്ടാവുക, അങ്ങനെ തൗബയുടെ മനസ്സുണ്ടാകുമ്പോഴാണ് വിനയമുണ്ടാകുന്നത്. ഇത് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഇന്ന് നമ്മുടെ സൂറത്ത് കഹ്ഫിൽ ഓതിയില്ലേ? ഓരോ ആഴ്ചയും നമ്മളോട് ഓതിപ്പിക്കുന്നതാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുന്നവർ, സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അവർക്ക് നിങ്ങൾ ക്ഷമ വേണം. അവരെ കൂടെ നിൽക്കാൻ, അവര് പറയുന്നത് കേൾക്കാൻ, അവരെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് ക്ഷമ വേണേ. നീ ക്ഷമിക്കുക. നിന്റെ ശരീരത്തെ ഓടിപ്പോവാതെ നീ ക്ഷമിച്ചിരിക്കണം. അല്ലാഹുവിലേക്ക് വിളിക്കുന്നവർ, അല്ലാഹുവിനെ വിളിക്കുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പഠിക്കുന്നവർ തഫ്സീറിൽ കാണാൻ സാധിക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖുറൈശികൾപ്പെട്ട പ്രമാണിമാർ, അറബികൾപ്പെട്ട പ്രമാണിമാർ വരികയാണ്. ഒരു വലിയ ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്.
രാജ്യതന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാനുള്ള സാധ്യതയുള്ള വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ചെറിയ കാര്യമല്ല. ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകി വരാൻ പറ്റുന്ന വലിയ വലിയ പ്രമാണികളെ, വലിയ കാലത്തുള്ള ആൾക്കാരെ ഇസ്ലാമിലേക്ക് കിട്ടാൻ വലിയ ചാൻസ് ഉള്ള സംഗതിയായിരുന്നു. ആ സംഗതി അവർ വന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ദർസിലേക്ക് അവർ കയറി വന്നു. മദീന പള്ളിയിലേക്ക്. റസൂലുള്ളാഹിന്റെ ചുറ്റുമുള്ളത് ആരാണ്? ഒരു വസ്ത്രം മാത്രമുള്ള, മുഷിഞ്ഞ, അധികം മെരുക്കുകളൊന്നുമില്ലാത്ത, തൊലിയൊന്നും മാത്രം മെരുങ്ങിയിട്ടില്ലാത്ത, സുന്ദരന്മാരല്ലാത്ത കുറച്ച് മുതഅല്ലിമീങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹിന്റെ സദസ്സിലെ പോലെ ഉണ്ടാവുന്ന അഹ്ലുസ് സുഫ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്വഹാബികളെ സംഭാവന ചെയ്ത മദീനയിലെ അഹ്ലുസ് സുഫ അവരിരുന്നാത്തിണ്ട് ചെന്ന് അവർ കടന്നിറങ്ങിക്കുന്നതിന്റെ ഇപ്പോഴും പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഫയുടെ ബേക്ക് ഭാഗത്ത് ഇപ്പോൾ അവിടെ സംരക്ഷിതമായി കാണാൻ കഴിയും. അവിടെ പോയാൽ ദ്വാരക്കണമെങ്കിലൊക്കെ അവിടെ പോയിട്ട് ദ്വാരക്കാൻ എത്ര സമയം എന്ത് ചെയ്യാം? റസൂലുള്ളാഹിന്റെ ഖബർ നമുക്ക് നേരെ ഇരുന്നുകൊണ്ട് അവിടെ വെച്ച് ദുആ ചെയ്യാം. ഇവിടെ ഹനഫി ഹംബലി മദ്ഹബ് അനുസരിച്ച് ഖബറിലേക്ക് സിയാറത്ത് ചെയ്യാൻ പറഞ്ഞല്ലോ. ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഖബറിലേക്ക് തിരിഞ്ഞിട്ടല്ല ദുആ ചെയ്യുന്നത്. പിന്നെ നടക്കുന്ന വഴിയാണ്. അത്തരം പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ്. പിന്നെ അവാമുന്നാസ് അറിയാത്ത കുറെ ആളുകൾ കുറെ കോമാളികൾ അവിടെ കാട്ടിക്കൂടുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. അവിടുത്തെ പിന്നെ മുത്തബകൾ നമ്മളവിടെ മാറ്റുന്നത്. അറിവുള്ളവരെയും സംസാരിച്ചാൽ അവരുടെ കാര്യം സ്വകാര്യമായിട്ട് നമ്മളോട് പറയുന്നത്. സംസാരിച്ച് ഞാൻ അവരോട് ഡയലോഗ് നടത്തിയപ്പോൾ അവരെന്നോട് പറഞ്ഞു, അറിയുന്ന ആളുകളെ കാരണം ഒരു പറയും, നിങ്ങൾ ബേക്കിലുണ്ട്, അവിടെ പോയിട്ട് ഇവിടെ ഹംബലി മദ്ഹബ് ഖിബ്ലക്ക് എന്ത് ചെയ്യണം? നേരിട്ട് ഖബറിൽ ദ്വാരക്കാണെങ്കിലും ഖിബ്ലക്ക് മുന്നിട്ട് ദ്വാരക്കണം. അതുപോലെ ഇവിടെ നടക്കുന്ന വഴിയാണ്. പിന്നെ ആരെങ്കിലൊക്കെ ചെയ്യുന്നത് വേറെന്തെങ്കിലൊക്കെ ചെയ്യും. അതുകൊണ്ട് ബേക്കിൽ പോയി ഇഷ്ടം പോലെ ദ്വാരത്തോളം അദ്ദേഹത്തിന്റെ മുത്തവ തന്നെ കാണിച്ചു പ്രദാനം ചെയ്യട്ടെ. പോകുന്നുണ്ടെങ്കിൽ അവിടെ ബേക്കർ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. അതുകൊണ്ട് കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ തന്നെ കടന്നുറങ്ങുന്ന നമ്മുടെ ദർസി സിസ്റ്റം ഉണ്ടല്ലോ. ആ ദർസി സിസ്റ്റം ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അവിടെ അതൊരു വലിയ സിസ്റ്റം എന്ന് മനസ്സിലാക്കി. ഈ ദർസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെറിയ സിസ്റ്റം ഒന്നുമല്ല. പ്രത്യേകിച്ച് 1920 കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങിയ ആ കാലഘട്ടത്തില് എന്താണ് ഇപ്പൊ എത്തിക്കാനങ്ങളില്ലാതെയായല്ലോ. കാരണം യതീം എന്നുള്ളൊരു തോന്നൽ ഒരു ആ കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പുതിയ മനഃശാസ്ത്രം അനുസരിച്ച് പറയുന്നത്. അതുകൊണ്ട് എത്തിങ്ങാനയിൽ കൊണ്ടുപോയി ചേർക്കുന്നത് ആ കുട്ടി അവഹേളിക്കലാണ് അല്ലെ. നമ്മൾ ആരെങ്കിലും എത്തിങ്ങാന തുടങ്ങിയില്ലായിരുന്നു. ഇവിടെ എത്തിങ്ങാനൊക്കെ പുറത്തുനിന്നൊക്കെ തുടങ്ങിയ നമ്മൾ ആരെങ്കിലും ചെയ്തത് യതീമിനെയും അല്ലാത്തവരെയും ഒരുപോലെ ഒരേ ട്രീറ്റ് ചെയ്ത് ദർശനം ചേർത്തു അല്ലെ. ഒരേ ട്രീറ്റ്മെന്റ് ദർശനം ചേർത്തു. മനോഹരമായ സിസ്റ്റമാണ്. അവിടെ എത്തിയുമൊന്നും മറ്റൊന്നും വേർതിരിവൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ ക്ലാസ് എടുക്കും, എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം കൊടുക്കും, എല്ലാവരും ഒരേപോലെ പരിഗണിക്കും. യതീമിനോടൊരു വാത്സല്യ സ്നേഹം ഉണ്ടാവും. പക്ഷെ യതീമെന്ന് പറഞ്ഞ പ്രത്യേകത്തിലുള്ള കൂട്ടുകൊണ്ടായിട്ടുണ്ട് സിസ്റ്റങ്ങളില്ലായിരുന്നു. അത് ഉത്തരേന്ത്യയിൽ വന്ന ആളുകൾ കുറ്റപ്പെടുത്തല്ല. അതിന്റെ സാഹചര്യത്തിൽ അതൊക്കെ അത്യാവശ്യമായ യതീംഖാനകൾ തുടങ്ങിയ കേരളത്തിലെ ആദ്യത്തെ യതീംഖാനയായിട്ട് നേടിച്ച ഇസ്ലാമൊക്കെ ഇന്നും അതിന്റെ മനോഹാരിത നിലനിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് റസൂലുള്ളാഹി മദീന പള്ളിയിൽ തുടങ്ങി വെച്ച അഹ്ലുസ് സുഫ എന്ന ദർസിന്റെ ആ സിസ്റ്റത്തിൽ പഠിക്കുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി കൂടെ ഇവരെപ്പോഴും ഉണ്ടാകും. പിതാവിന് പഠിച്ചില്ല. അവർ ചോദിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു ഖുറൈശി പ്രമാണി കുടുംബത്തിൽ ജനിച്ച മനുഷ്യനല്ലേ? പ്രമാണി കുടുംബത്തിൽ നിങ്ങൾക്ക് ഈ കൂട്ടം ഈ പിന്നെ ഇരിക്കുന്ന മുത്തഅല്ലിമീന സ്മെല്ലൊക്കെ നിങ്ങൾക്ക് സഹിക്കുന്നുണ്ടോ? ഒരു മാറാൻ ഡ്രസ്സില്ല, ഇതില്ല. ഇവരുടെ ഡ്രസ്സും ഇവരുടെ വേഷവും ഒന്നും നിന്നെ, ഇവരുടെ രൂപവും ഒന്നും നിന്നെ ബുദ്ധിമുട്ടാക്കുന്നില്ലേ മുഹമ്മദേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാദാത്തുകളാണ്, ഞങ്ങൾ വലിയ നേതാക്കളാണ്, നാട്ടിലെ വലിയ നേതാക്കളാണ്, വലിയ കുടുംബത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് ഇവരെ മാറ്റി നിർത്തണം. എന്നിട്ട് നമുക്ക് സംസാരമാകാം, നമുക്ക് ഇവരെ കൂടെ ഇരുന്ന് സംസാരിക്കണം. മൈൻഡില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ തോന്നി ഇസ്ലാമിലേക്ക് കുറെ ആളൊക്കെ കിട്ടുന്ന, കുറെ പൈസ കിട്ടുന്ന, കമ്മിറ്റിയൊക്കെ ഒന്ന് ഉഷാറാക്കാൻ പറ്റും, പള്ളിയൊക്കെ ഒന്ന് ഉഷാറാക്കാൻ പറ്റിയ നല്ലൊരു സംഗതിയാണ്, സ്ഥാപനമൊക്കെ ഒന്ന് ഉഷാറാക്കാൻ പറ്റിയ നല്ലൊരു സംഗതിയാണ്. കുഴപ്പമില്ല എന്ന് തോന്നിയതേ ഉള്ളൂ. ഇറങ്ങി വന്നു. ഓരോ ആഴ്ചയും നമ്മളോട് ഓദിപ്പിക്കുന്നു. ഇന്ന് പോലും നമ്മൾ ഓതിയില്ലേ? രാവിലെയും വൈകുന്നേരങ്ങളിലും അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന, അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാവങ്ങളുടെ കൂടെ ക്ഷമിച്ചു നിൽക്കണം നബിയേ. ഇവരോട് കൂടെ ക്ഷമിച്ചു നിൽക്കണം നബിയേ. വലാ തഅദു ഐനാക അൻഹും, കണ്ണ് തെറ്റി പോകരുത്.
മാത്രമല്ല കണ്ണ് പോലെ തെറ്റിപ്പോകുന്നു. നന്നായി നോക്കണം മുത്താലിമീങ്ങളെ, നന്നായി നോക്കണം ഈ ദീനിന്റെ ഖാദിമീങ്ങളെ, ഉസ്താദുമാരെ. നമ്മളെ വകയില്ലല്ലോ. ഒരുപാട് സായത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണ് തെറ്റിപ്പോകരുത്. ഈ ദുനിയാവിന്റെ ഭംഗികൾക്ക് പിന്നാലെ പോയി അത്യാവശ്യം പൈസക്കുണ്ടാവും, കുറെ ആൾക്കുണ്ടാകുന്ന അസുഖമാണ്. പിന്നെ മുത്തഅല്ലിമീങ്ങളെ ഇഷ്ടമില്ല, പിന്നെ ആലിമീങ്ങളെ ഇഷ്ടമില്ല, ദീനീ ശിആർ കൊണ്ടെടുക്കുന്നവരെ ഇഷ്ടമില്ല, പിന്നെ അവർക്ക് ദീൻ പറയുന്നവരെ ഇഷ്ടമില്ല. ഇങ്ങനത്തെ ചില വിഭാഗങ്ങളൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ അപൂർവം ആളുകളുണ്ട് ദീനും ദുനിയാവും ഒരുമിച്ച് അല്ലാഹു കൊടുക്കുന്നവർ, ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, ദീനീ മദ്രസകളെയും പള്ളികളെയും നിരന്തരം സഹായിക്കുന്നവർ. അവരുടെ സമ്പത്തിലേക്ക് അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇരു ലോകത്തും നമുക്ക് ഉപകരിക്കുന്നതാക്കി മാറ്റുമാറാവട്ടെ. മറ്റൊരായത്തിൽ ഇതേപോലെ സൂറത്തുൽ അൻആമിൽ മുതലത്തന്നെ കാണാൻ സാധിക്കും. എന്തെന്ന് വെച്ചാൽ ഇതിനെ ഉണ്ടാക്കിപ്പിക്കുകയാണ് പ്രവാചകന്മാർക്ക് മനസ്സിൽ. അതും ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി ചെറിയൊരു സംഗതി തോന്നിയപ്പോ അതുപോലും പാടില്ല നബിയേ എന്ന് പറഞ്ഞ് സാധുക്കളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, അവരൊക്കെ ജീവിതത്തിൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നത് സാധുക്കളുടെ കൂടെ ജീവിക്കാനാണ്, ഫുഖറാഇന്റെ കൂടെ ജീവിക്കാനാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ അല്ലെ സൂഫി എന്ന അർത്ഥം കൂടി ഉണ്ട് അല്ലെ. ഫഖീർ ഹിന്ദി ഭാഷയിൽ എങ്ങനെ പറയാം, ഉറുദുവിലൊക്കെ ഫഖീർ എന്ന് പറഞ്ഞാൽ സൂഫി എന്നാണ്. കാരണം അവർ ഫഖീറായിട്ടൊന്നല്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സർറഹു ഫായിഷ വലിയ പണക്കാരായിരുന്നു, വലിയ മറ്റുള്ളവർ. പക്ഷേ അവരെപ്പോഴും മുസാഹബത്തുൻ നഫ്സ് ബിൽ ഫഖറാഇ, അത് വളരെ പ്രത്യേക തിയറിയാണ് സൂഫിയാക്കളുടെ. അവരുടെ എപ്പോഴും ആരോടായിരിക്കണം, ഫഖറാഇന്റെ മസാക്കീന്റെ കൂടെ ആയിരിക്കണം അവരുടെ ജീവിതം എന്നുള്ളത് അവരുടെ തിയറിയാണ്, എഴുതി വെക്കപ്പെട്ട രേഖയാണ്. കാരണം ഇല്ലെങ്കിൽ ദുനിയാവുമായിട്ടുള്ള ചിന്തകളായിരിക്കും, ദുനിയാവുമായിട്ടുള്ള ചർച്ചകളായിരിക്കും, ബിസിനസ് ഇങ്ങനത്തെ വലിയ വലിയ ചർച്ചകളായിരിക്കും എപ്പോഴും ഉണ്ടാകുക. പാവപ്പെട്ടവരുടെ കാര്യത്തിലോ, ദീനിന്റെ കാര്യത്തിലോ, ജമാഅത്തിന്റെ കാര്യത്തിലോ, പള്ളി ക്ലീനിങ്ങിന്റെ കാര്യത്തിലോ, ഇങ്ങനത്തെ കാര്യത്തിലൊന്നും അവർക്ക് വലിയ ശ്രദ്ധയുണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. കരുണയുള്ളവരോട് അല്ലാഹു കരുണ കാണിക്കുന്നത് തന്നെയാണ് മുമ്പിൽ വെച്ച് നമ്മൾ ഓതിയ സൂറത്തിൽ പറഞ്ഞത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവരാരെന്ന് നിങ്ങൾക്കറിയോ നബിയേ? ദീനിനെ കളവാക്കുന്നവരാരെന്ന് അറിയുമോ നബിയേ? ഫദാലിക്കല്ലദീ യദുൽ യതീം, യതീമിനുള്ള ഭക്ഷണം മുഴുവൻ കൊടുക്കാത്തവരാണ്. വലാ യഹുമ്മു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ അന്നത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി കഷ്ടപ്പെടാതെ ആഗ്രഹിക്കാത്തവരും അതിനെ പ്രേരിപ്പിക്കാത്തവരുമാണ്. അവർ ദീനിനെ കളവാക്കുന്നവരാണ്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് എങ്ങനെ അവർ ദീനിനെ കളവാക്കുന്നവരാവുക? ഇപ്പൊ നമ്മൾ പള്ളിക്ക് വന്നു, ജുമുഅത്തിനകത്ത് വന്നു, ഇവിടെ ഇരുന്നു, ഒക്കെ ചെയ്തതിന് വേണ്ടിയാണ്. അതൊക്കെ എന്തിനു വേണ്ടിയാ? അല്ലാഹു പറഞ്ഞു അല്ലേ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എന്ത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തടി പൊള്ളും, തടി കേടാവും, നമ്മുടെ തടി കേടാവും. പിന്നെ അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. മേശയൊക്കെ ഉണ്ട്, എല്ലാവരും പോകുന്നുണ്ട്, നാട്ടിൽ നിന്നാ കുഴപ്പമാണ്. അതുകൊണ്ട് എല്ലാവരും വരുന്ന നേരത്തെ വരുന്ന, അല്ലെങ്കിൽ കുളിച്ചിട്ടൊക്കെ പോയി ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നല്ല എ സി കടയിൽ നല്ല മറ്റൊരു നല്ല സോഫ്റ്റ് ആയ സ്ഥലത്ത് ഇങ്ങനെ ഉറങ്ങാമല്ലോ എന്നൊക്കെ കരുതി വരികയായിരിക്കും. പക്ഷേ പൈസ എടുത്ത് ചെലവാക്കുന്ന വിഷയമാകുമ്പോ, ഭക്ഷണം കൊടുക്കുന്ന വിഷയമാകുമ്പോ അത് കുറച്ച് വിഷയത്തിൽ എന്തെയും കൊള്ളും. അതുകൊണ്ടാണ് നിസ്കാരത്തെ പറഞ്ഞോടത്തൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഇത് രണ്ടും ചെയ്യുമ്പോൾ ഒരാളെ നിസ്കാരിച്ചു, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു അല്ലെ, ബാക്കി ഷഹാദത്ത് കലബിയുണ്ട്, സക്കാത്തില്ല, ഇസ്ലാം പൂർണ്ണമായോ? ഇസ്ലാം പൂർണ്ണമാവില്ല. അത് ഇസ്ലാം നുക്സാനാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഥവാ അല്ലാഹ് പറഞ്ഞത് എല്ലാം കേൾക്കാനുള്ള തയ്യാറെടുപ്പാണ് തഖ്വയോട് കൂടി നമുക്കുണ്ടാകും. അല്ലാഹു തഖ്വയിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് എന്ന് പറഞ്ഞത് കേൾക്കുക, ദുഖുലൂ ഫിസ്സിൽമി കാഫ അല്ലല്ലേ, നമ്മുടെ ഖിയാമുൽ പ്രത്യേകിച്ച് അവിടെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, സമ്പൂർണ്ണമായി ഇസ്ലാമിലേക്ക് കടക്കുക. നമുക്ക് വേണ്ടിയൊക്കെ ഇസ്ലാം, കെട്ടിലോട്ട് ഇസ്ലാം, കെട്ടിലേക്ക് ഇസ്ലാമില്ല, കെട്ടിലേക്ക് മദ്രസകളൊന്നും വലിയ റാഹത്തില്ല, കെട്ടിലെ റാത്തികളൊന്നും ഒരു ഹരയില്ല. ഇങ്ങനെയാണോ? ഇല്ല. സമ്പൂർണ്ണമായി ഇസ്ലാമിലേക്ക് കടക്കാൻ തയ്യാറാവണം. അത് കെട്ടുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, പൈസ കിട്ടട്ടെ, പൈസ കിട്ടാതിരിക്കട്ടെ, മറ്റു സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, അല്ലാഹ് പറഞ്ഞതാണോ, എന്റെ റസൂൽ കൽപ്പിച്ചതാണോ? അല്ലാഹ് പറഞ്ഞാൽ കേൾക്കാൻ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എത്ര കൂലിയാണോ, എത്ര കൂലി, അതൊന്നുമല്ല. കൂലി നോക്കിയിട്ടൊന്നുമല്ല.
നമ്മുടെ ഓഫറുകൾ സ്വീകരിക്കൽ. പക്ഷേ അല്ലാഹു മുമ്പ് സൂചിപ്പിച്ചതാണ്, അല്ലാഹുവിന്റെ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂലി നോക്കിയിട്ടില്ല ഒരിക്കലും റസൂലിനെ ഇത്തിബാഅ് ചെയ്തത്. കൂലി നോക്കിയിട്ടല്ല റസൂലിനെ ഇത്തിബാഅ് ചെയ്തത്, പ്രതിഫലം നോക്കിയിട്ടൊന്നുമല്ല. റസൂൽ ചെയ്തോ ഞങ്ങൾ ചെയ്യും, റസൂൽ ചെയ്തോ ഞങ്ങൾ ചെയ്യും, അതായത് അവിടെ തീരെ. അങ്ങനെയാണ് സ്വഹാബത്ത് ചെയ്ത് കാണിച്ചോ താബിഈകൾ ചെയ്യും, താബിഈകൾ ചെയ്ത് കാണിച്ചോ താബിഈകൾ ചെയ്യും. അങ്ങനെ ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ഫുഖഹാ ഉണ്ടായത്. അങ്ങനെയാണ് ഫിഖ്ഹുകൾ രേഖപ്പെടുത്തുന്നത്. ഇതാണ് അഫ്ദൽ, ഇതാണ് ഫضل കുറഞ്ഞത്, ഇതാണ് ഏറ്റവും വലിയ, ഇതാണ് നല്ലത്, ഇതാണ് ഫർദ് സുന്നത്ത് എന്നൊക്കെ വ്യാഖ്യാനിച്ച് വേർതിരിച്ചത് പിന്നീടുള്ള കാലഘട്ടങ്ങളിലാണ്. ചില ഫിഖ്ഹിന്റെ സൗകര്യാർത്ഥം ചെയ്തതാണ്. അല്ലാതെ റസൂലിന്റെ സ്വഹാബത്ത് പിൻപറ്റിയത് ഒരിക്കലും കൂലിയുടെ നോക്കിയിട്ടോ ഒന്നുമല്ല. റസൂൽ പോയോ പോകും, റസൂൽ ചെയ്തോ നമ്മളും ചെയ്യും. റസൂൽ തറാവീഹ് പാഞ്ഞുകൊണ്ടല്ല പള്ളിയിലേക്ക് ആൾക്കാരെ കൂടി റസൂലിനെ പേടിയായിരുന്നു. നിർബന്ധാവോ റസൂൽ ഒളിച്ചോടി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിനെ വിചാരിച്ചിട്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ നിങ്ങൾ തറാവീഹ് നിസ്കാരം നിർബന്ധമാക്കി പോകുമെന്ന് വിളിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ആ ഹബീബ് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജമാഅത്തായി നിസ്കരിക്കുവാനും 20 റക്അത്ത് നിസ്കരിക്കുവാനും കൽപ്പിച്ച ഒറ്റ സ്വഹാബി പോലും ചരിത്രത്തിൽ ഉമർ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒറ്റ സ്വഹാബി പോലും ചർച്ചയില്ല. കാരണം സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഖലീഫയാണ്, പ്രതിനിധിയാണ്. തമസ്സക ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫമാർ ചെയ്താൽ സുന്നത്താണെന്ന് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു പോയത് അവർക്കറിയാം. ഏത് ഉമർ അൽ ഫാറൂഖ് തങ്ങളാണ് ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഹബീബിന്റെ സുന്നത്തിനെതിരായി ശരീഅത്തിനെതിരായി വല്ലതും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസി പഠിപ്പിച്ചത് അവിടെയല്ലേ? കൂട്ടുന്ന സാധുവായ മനുഷ്യനെ ചെന്ന് പറഞ്ഞു, വാള് കോരിയിട്ട് മറേ കഴിയില്ലടോ പിറപ്പിക്കുവാൻ ഒരു പെണ്ണിനും, കഴിയില്ലടോ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനും. ലോകം ഞെട്ടിയ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ലോക ചരിത്രം ഉറ്റുനോക്കിയ മഹാനായ മനുഷ്യന്റെ സ്ഥാനാഹാരണ ചടങ്ങിലാണ് നടക്കുന്നത്. സാധാരണക്കാരനെ പേര് പോലും അറിയാത്ത ഒരാളെ പറഞ്ഞു പറയേ കാണുന്നുണ്ടല്ലോ, മടിയൊന്നുമില്ല, വിട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നിങ്ങൾ ചെയ്താൽ നടപ്പിലാക്കിയതിനെ തറാവീഹിന്റെ ജമാഅത്തും ജമാഅത്ത് മറ്റു തരത്തിലാണ് നടക്കില്ലല്ലോ. ആ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ജുമയുടെ 2 ഭാഗം ബന്ധമാക്കിയത്, നമുക്ക് സുന്നത്താക്കിയത്. സുന്നത്തിനെ കാരണം സുന്നത്തു ഖുലഫാഇർ റാഷിദീൻ, എന്റെ ഖലീഫമാരുടെ സുന്നത്തും സുന്നത്ത് തന്നെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആ ബോധ്യം ഉണ്ടാവണം. എന്തായിരുന്നു ഇസ്ലാം, എന്താണ് ഇസ്ലാമിന്റെ ഉസൂലുദ്ദീൻ വളരെ പ്രധാനമാണ്. ഉസൂലുദ്ദീൻ, ദീനിന്റെ അസ്ൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു കിട്ടുന്ന ഖുർആനും ഹദീസൊക്കെ വായിച്ചാൽ കാര്യങ്ങൾ പോകും. പിന്നെ ഓരോ ദിവസം ഓരോ ദീനായിരിക്കും. കാരണം റസൂലുള്ളാഹി ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. ആ ജീവിച്ചപ്പോൾ റസൂലുള്ളാഹി ഒരുപാട് റസൂലുള്ളാഹി ഫിഖ്ഹിന്റെ കിതാബ് ഉണ്ടാക്കി പോയിട്ടില്ല, ഹദീസിന്റെ കിതാബ് ഉണ്ടാക്കി പോയിട്ടില്ല. റസൂലുള്ളാഹി അങ്ങനെ ജീവിച്ചു കാണിച്ചപ്പോൾ അത് ചില റസൂലുള്ളാഹി ആ സമയത്ത് നാസിറുണ്ട് മൻസൂഖുണ്ട് ഒരുപാട് വലിയ ചർച്ചകളാണ്. ഇന്നത്തെ ഇന്നല്ലാഹു മാറ്റിയിട്ടുണ്ടാകും. പറഞ്ഞില്ല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഗതി, പിന്നെ ഖുർആനിലുണ്ട് മനുഷ്യപ്പെട്ട് ഇരിക്കാൻ 10 ഒരു കൊല്ലം ഇരിക്കണം എന്ന് ഖുർആനിലില്ലേ? ആദ്യത്തെ നിയമമായിരുന്നു, പിന്നീട് മാറ്റി 3-4 മാസം 10 ദിവസം ആക്കി ഖുർആനിലാണ്. കള്ള് കുടിച്ചോ എന്ന് പറഞ്ഞില്ലേ? കുടിച്ച് നിസ്കാരത്തിന് ബാക്കി സമയത്ത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ടില്ലേ? ഖുർആനിലുള്ളതാണ്. അത് മാത്രം എടുത്തിട്ട് അത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പത്തുള്ളത് പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് കുടിക്കണ്ടെന്നേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ അതിനൊരു ഉദാഹരണം ഇതുപോലെ 100 കണക്കിന് മസ്തലകൾ നേരിലുണ്ട്. ഇതൊരു ദിവസം ഗൂഗിൾ മാപ്പ് പോയാൽ എവിടെയെങ്കിലും ചാടും, എവിടെയെങ്കിലും പോയിട്ട് വീഴും. ഒരു ദിവസം ഗൂഗിളിൽ എന്തെങ്കിലും കിട്ടും, അതുപോലെ പിന്നെ വായിൽ തോന്നിയത് കൊലക്ക് പാട്ടെന്ന് പറഞ്ഞു അതുപോലെ യൂട്യൂബിൽ വന്നിട്ട് ഭയങ്കര ശബ്ദത്തിൽ പിറ്റേന്നോ പഠിക്കും ആരെങ്കിലും കമന്റ് ഇടും. അപ്പൊ വായിച്ചതാണ് ഇതല്ലല്ലോ, ഇതൊക്കെ നടത്തിയവരാണ് നമ്മൾ അഇമ്മത്തുൽ മുജ്തഹിദീൻ. അവിടെ ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണവർ. അവർ അവസാനം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചരിത്രം രേഖപ്പെടുത്തുന്നു, മഹാനവരുടെ ഇരിങ്ങുന്ന കസേരയുടെ താഴെ കൂടി ഇങ്ങനെ ബാസ്പൂർ കാരണം മൂലക്കുരു ഉണ്ടായിട്ട് രക്തം വാർന്നൊഴുകുന്നുണ്ട്. മഹാന്മാർ ചോദിക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്, പലരും ചോദിച്ചത് ചികിത്സിച്ചുകൂടെ? അറിയുന്നതല്ലേ മൂപ്പരെന്നാണ്. ഇതെന്നിങ്ങനെ കിതാബുകൾ എഴുതിണ്ടാക്കാൻ പഠനം, എത്രയും
ദീനിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത മഹാരഥന്മാർ എവിടൊക്കെ പോയി. ആദ്യം മക്കയിലേക്ക് ഹുദൈൽ ഗോത്രത്തിൽ പോയി താമസിച്ചു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഏതാ ഹുദൈൽ ഗോത്രം? ഹുദൈൽ ഗോത്രത്തിന്റെ സ്ലാങ്ങിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പല സ്ലാങ് ഉണ്ടല്ലോ. കാസർഗോഡ് പറയുന്നതല്ലല്ലോ, അല്പം കോഴിക്കോട് പറയാം അല്ലെ. ഇവിടെ കാസർഗോഡ് അന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റേതല്ലേ? നമ്മളോട് അന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യന്നാണ്. ചങ്ങായി ഇവിടെ ഹോട്ടലിൽ കയറിയിട്ട് ഗുണത്തിണ്ടായിരുന്നു കാസർഗോഡില്. ആൾക്കാരെ പറയാൻ മതി. അപ്പോ ഹോട്ടലിൽ കയറിയിട്ട് അന്റെ പൈസ കൊടുത്തിട്ടാണ് പോയി. ഫസ്റ്റ് 1-2 ദിവസം കൊണ്ട് എനിക്കറിയില്ല ഈ കാസർഗോഡ് ഭാഷ. ഹോട്ടലിൽ അന്റെ പൈസ കൊടുത്തിട്ടാണോ പോയി? ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പൈസ കൊടുത്തിരുന്നത്. ക്യാഷിൽ കൊടുത്തിട്ട് നോക്കുന്ന അന്റെ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്റെ തന്നെ ഇത് വ്യത്യാസമാണ്, ഭാഷയുടെ വ്യത്യാസത്തിന് പ്രശ്നമാണ്. കടികളുടെ കേസായിട്ട് അതുപോലെ ചാടുക ചാടുന്നതിന്റെ പുറപ്പെടെ ചാടുന്ന അറിയാം അല്ലേ? ഇവിടെ ചാടുന്ന എടുത്ത് ചാടുന്ന വെടിക്കിനെ വന്ന് ചാടേണ്ടി വരും. ഞാൻ എടുത്ത് ചാടുന്ന 2 നില 4 നില ഫ്ലോർത്തൊക്കെ പറഞ്ഞാൽ ഞാൻ എടുത്ത് ചാടുന്ന എടുത്ത് താഴോട്ട് ചൂടും. ഇങ്ങനത്തെ ഭാഷയുടെ സ്ലാങ് നമ്മുടെ നാട്ടിലൊക്കെ ഇത് അറബിയിലുണ്ട്. ഇതിനേക്കാൾ എത്ര വിവിധ വിവിധ സ്ഥലങ്ങള് ഇമാറാത്തുകളിൽ നമുക്കറിയാം. ഇമാറാത്തുകളിൽ വ്യത്യാസമുണ്ട്, വിവിധ രാഷ്ട്രങ്ങൾ അറബ് രാഷ്ട്രങ്ങളിൽ വ്യത്യാസമുണ്ട്, എല്ലായിടത്തും വ്യത്യാസമുണ്ട്. പക്ഷെ എവിടെയാണ് പരിശുദ്ധ ഖുർആൻ യഥാർത്ഥമായി ഇറങ്ങിയതെന്ന് അത് ആരുടെ ഭാഷയിലാണ്? അത് ഖുറൈശിൽ ഹുദൈൽ എന്ന് പറയപ്പെടുന്ന യഥാർത്ഥ അറബി അവരുടേതായിട്ട് അവിടെ പോയി താമസിച്ചു. ആ ഭാഷയുടെ എല്ലാ സ്ലാങ്ങും പഠിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആദ്യം അവിടെ. എന്നിട്ട് അങ്ങോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോകുന്നത് എന്ത്? മുവത്ത ബൈഹഖി, ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമായ മുവത്ത ബൈഹഖിയാക്കിയിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെല്ലാണ് മദീന പള്ളിയിലെ ചെറിയ കുട്ടി. മദീന പള്ളിയിൽ ഇമാമുകളിലെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരോ പറഞ്ഞു, ഒരു ചെറിയ കുട്ടി ഇന്റർവ്യൂ, വലിയ വലിയ ആലിമികൾ ക്ലാസ്സിൽ വന്ന് സംസാരിച്ച് ചെറിയ കുട്ടി ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആരത്ര മൈൻഡാക്കിയില്ല. 10 വയസ്സുള്ള 12 വയസ്സുള്ള ഒരു കുട്ടി വലിയ വലിയ 30 വയസ്സുള്ള ആലിമികളൊക്കെ പഠിക്കുന്നു. മദീനയിലെ നായകനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മദീനയുടെ മണ്ണിലൂടെ ചെരുപ്പിട്ട് സഞ്ചരിച്ചിട്ടില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി എന്ന് പോലും പറയാതെ ഖാല സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിന്റെ സാഹിബ് എന്ന് പറഞ്ഞുകൊണ്ട് തഅദീമോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് നോക്കിയിട്ടായിരുന്നു ഹദീസ് എടുക്കാറുണ്ടായിരുന്നത്. അത്രയും വലിയ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടുത്തെത്തിയിട്ട് പിന്നെ എല്ലാവരും മൈൻഡാക്കിയില്ല. പക്ഷെ എന്താ പഠിച്ചു വെച്ചിട്ട് നിങ്ങളെ മുഖത്തൊന്ന് വായിക്കുന്ന ഞാൻ പറഞ്ഞോളാം. കാണാതെന്ന് പറഞ്ഞു കൊടുത്താൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഞാനത് കാണാൻ പഠിച്ചിട്ടില്ലല്ലോ മോനെ, അമ്പരന്ന് പോയി. അങ്ങനെ കുറച്ച് കാലം പഠിപ്പിച്ചു എന്റെ അടുത്തൊക്കെ തീർന്നു വാടിൽ പോയി. അങ്ങനെയാണ് അവർ ഇറാഖിലേക്ക്, ഈജിപ്തിലേക്ക്, അതുപോലെ തന്നെ യമനിലേക്ക് നടന്ന് സഞ്ചരിക്കുക. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹനഫികളുടെ നോളജ് കിട്ടിയത് കുഫയിലായിട്ട് മഹാനവറുകൾ ഇറാഖിൽ അവിടെ പോയി അവരായിട്ട് പഠിച്ചു. എല്ലാം പഠിച്ചു. അവിടുന്ന് ഈജിപ്തിലാണ് വിജ്ഞാനം, ഈജിപ്തിലേക്ക് പോയി. അവിടെ യമനിലുള്ള സഹാബികളുടെ വിജ്ഞാനം അങ്ങോട്ട് പോയി. ഇങ്ങനെ എല്ലാത്തിനെയും കലക്കി പിടിച്ചൊരു ജീവിതകാലം മൊത്തം അറിവിന് വേണ്ടി നടന്നിട്ട് മഹാനവറുകൾ പിന്നെ പറഞ്ഞു, ഇതാണ് എന്റെ മദ്ഹബ്, ഇതിനപ്പുറം നിങ്ങൾക്ക് ഹദീസോ ഖുർആനോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അതിനകത്ത് എന്താ? ഇനി കിട്ടാനൊന്നും ഇല്ല എന്നതിന്റെ അർത്ഥം. അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഇതിനപ്പുറം കിട്ടിയാൽ നിങ്ങൾ എടുത്തോളൂ, അതല്ല. ഇനി ഞാൻ അന്നത്തെ കാലത്ത് അഥവാ ഇന്നത്തെ പറഞ്ഞ റിട്ടേൺ ഹദീസ് ആകെ 10,000 ഉള്ളൂ. റിട്ടേൺ ഹദീസ് ആവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ആകെ 10,000 ഹദീസ് ഉള്ളൂ. അതിന്റെ മുമ്പ് ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ചവരാണ് ഹാഫിളുകൾ എന്ന് പറഞ്ഞ ഹദീസിലെ ഹാഫിളുകൾ എന്ന് പറഞ്ഞാൽ. അത് നമ്മളെ ഖുർആൻ ഹാഫിളുകളല്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ അസ്മാഉൽ റിജാലടക്കം സനദടക്കം മറിപ്പാടുള്ള ആളുകളാണ് ഹദീസിലെ ഹാഫിളുകൾ എന്ന് പറഞ്ഞാൽ. ഇന്ന് റിട്ടേൺ ഹദീസ് പോലും അത്രയില്ല. നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകൾ പോലും അത്ര കിട്ടാനില്ല. ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ വളരെ ചുരുക്കം 20-25,000 ഹദീസുകൾ ഉണ്ടാവുള്ളൂ. അവരൊന്നും കാണാത്ത ഹദീസിന്റെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അതൊരു തരം പോളത്തരം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മഹാരഥന്മാര് ഒക്കെ വിനയം, അവരുടെ തവാദുൾ, അവരുടെ വിനയം, അവർക്ക് വിനയാനിന് പറഞ്ഞില്ല. ഇന്നലെ പോലും നമ്മൾ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളുടെ പാടുമായിരുന്നപ്പോഴും എനിക്ക് സ്വാലിഹീങ്ങളെ വലിയ ഇഷ്ടമാണ്, എനിക്കൊരു സ്വാലിഹാവാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കൊരു സ്വാലിഹാവാൻ കഴിഞ്ഞില്ലല്ലോ. സ്വാലിഹീങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാഫി റളിയല്ലാഹു അൻഹു. ഇതിന് വേണ്ടിയിട്ട് അഹ്മദ് ബിൻ ഹംബൽ ഇമാമായ പറയുന്നത്, നിങ്ങൾ സ്വാലിഹല്ലെങ്കിൽ പിന്നെ ആരാ സ്വാലിഹെന്ന് ചോദിച്ച് കരയുമായിരുന്നു ബഹുമാനപ്പെട്ട അവിടുത്തെ ശിഷ്യനായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ചരിത്രം രേഖപ്പെടുത്തിയ സംഗതികളാണ്. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ശരീഫ് നിലകൊള്ളുന്ന സ്ഥലം അല്ലാഹു സിയാറത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇമാം ഷാഫി സ്ട്രീറ്റിന്റെ പേര് ഇമാം ഷാഫി സ്ട്രീറ്റ് എന്നാണ് കൈറോയിലെ, പഴയ കൈറോയിലെ. ആ ഖബർ ശരീഫ് അവിടെ പൊളിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിരുന്നു.
ആ ബഗ്ദാദിൽ ഇമാം ഷാഫി ഒരു സ്ഥാപനം, ഇമാം ഷാഫിയുടെ പേരിൽ സ്ഥാപനമുള്ള ഷാഫി മദ്ഹബിന്റെ സ്ഥാപനം ഖലീഫ ഉണ്ടാക്കുകയും ആ ഖലീഫയുടെ ആ സ്ഥാപനത്തിന്റെ മുറ്റത്തേക്ക് ഇമാം ഷാഫി തന്റെ ഖബർ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തു. ഇമാം ഷാഫി തന്റെ വഫാത്തായി നൂറ്റാണ്ടുകൾ 2 നൂറ്റാണ്ടിന് ശേഷം. ആ സമയത്ത് ചരിത്രം രേഖപ്പെടുത്തുന്നു, രാത്രി ഖലീഫയുടെ ഓർഡർ അനുസരിച്ച് ആളുകൾ വന്നിട്ട് ഖബർ തുറന്നു എന്നാണ്. അവർക്കറിയാം ശരി ഉണ്ടാവുന്ന അതിന്റെ ആരും സംശയമില്ലല്ലോ, നമുക്കെല്ലാം സംശയമുള്ളൂ. ഇന്നത്തെ കാലത്ത് ആളുകൾക്കൊന്നും സംശയമില്ലല്ലോ. ഖബർ തുറന്ന ചരിത്രത്തിലേക്ക് ഇന്നും ഈജിപ്തുകാർ ആ പ്രദേശവാസികളുടെ തലമുറ കൈമാറിയ ചരിത്രം മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ആ ഖബർ തുറന്നപ്പോൾ സുഗന്ധം കൊണ്ട് വന്നു പുറത്തേക്ക് നാട്ടുകാരെ എന്താണ് ഇല്ലാത്തൊരു സുഗന്ധം, സാധാരണ ഇല്ലാത്ത ഓടി കൂടി എന്നാണ്. ഒന്നോക്കുമ്പോൾ ഖബർ പിടിച്ചു കൊണ്ടുപോകുക, നാട്ടുകാരെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി പോയെന്ന് പറഞ്ഞു മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഖബർ ഷരീഫ് ഇന്നും അവിടെ നിലകൊള്ളുന്നത്. അതിനുശേഷമാണ് അന്നത്തെ സുഹൃത്ത് വലിയ കുപ്പം നിർമ്മിക്കുന്നത്. എന്നിട്ട് കപ്പലിന്റെ മേലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉബയുടെ മേലെ മറ്റൊക്കെ ഉബയുടെ മേലെ എന്താ ചന്ദ്രക്കലയാണ് വെക്കലെങ്കിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉബയുടെ മേലുള്ളത് ഒരു കപ്പലാണ്. ആ കപ്പലിൽ നോക്കി ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു, ബൂസരി മാടത്തന്നെ അലക്സാണ്ട്രിയയിൽ ഇമാം ബൂസരി തങ്ങളുടെ കബറുണ്ട്. ഇമാം ബൂസരി തന്നെ വന്നിട്ടുണ്ട്, ഓ ജൂദി പർവ്വതത്തിൽ നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടതുപോലെ അറിവിന്റെ തീരത്ത് ഈ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു. അറിവിന്റെ തീരത്ത് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു. ഇതിന്റെ അടിയിലുള്ളത് മഹാസമുദ്രമാണ്. മഹാസമുദ്രത്തിന് മുകളിൽ ഇതാ അറിവിന്റെ വലിയ കപ്പൽ ഇതാ ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വലിയ സംഭവങ്ങളൊക്കെ അല്ലാഹുവിന്റെ അടുത്ത് ചേറ്റി കൊടുക്കുമാറാവട്ടെ. അവർക്ക് അറിയൂ, നമുക്കറിയാം സാധനങ്ങൾക്ക് അല്ലാഹുവിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ലഭിച്ചുകൂടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന അവരൊക്കെ വിജ്ഞാനിതരായി ജീവിച്ചവരാണ്. നമുക്ക് ഇല്ലാത്ത ചെറിയ കുറച്ച് വെള്ളമുള്ളതെയും പാത്രം ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്. നിറകുടം തുളുമ്പില്ല, നിറകുടം തുളുമ്പില്ല ഒരിക്കലും. നിറഞ്ഞേക്കുന്ന കുടമെങ്കിലും തുളുമ്പി പുറത്തേക്ക് അതിനെ കൊണ്ടുപോകാനൊക്കെ സുഖമാണ്. പക്ഷെ കുറച്ചിളങ്ങി അതിനെ നമ്മള് ദീനി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. നമ്മളിപ്പോ വലിയ വലിയ ദീനിന്റെ മസലകൾ ഇമാംകാർ ഇസ്ലാംകാരൊക്കെ വാട്സപ്പിൽ ചർച്ച ചെയ്തു, അങ്ങാടി ചർച്ച ചെയ്തു, എല്ലായിടത്തും ഇതൊക്കെ പണ്ഡിതന്മാരെ കൈകാര്യം ചെയ്തിരുന്ന വിഷയം. വലിയ വലിയ വിഷയങ്ങൾക്ക് സാധാരണക്കാരെ അത് ആരെ ക്രോസ് ചെയ്യാം? 10-20 കൊല്ലം ദീൻ പഠിച്ച ആൾക്കാരെ നമ്മൾ ക്രോസ് ചെയ്യും. അത് ശരിയാണോ ചോദിച്ചത്? ഇവിടെ എത്തി നമ്മൾ ദീന് പറയാം. എന്തൊക്കെ റീച്ചിന് വേണ്ടി ഓരോരുത്തരെ കാട്ടിക്കൂട്ട് അതിന് നമ്മൾ അഭിപ്രായം അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വിനയമുണ്ടാവണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇമാം ഷാഫി തങ്ങൾ ഇമാം അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ സിയാറത്തിന് വേണ്ടി പോയ സന്ദർഭം പറയുന്നുണ്ട്. അവിടെ കഴിയും കുറെ കാലമുനാജ കുറെ സംജാൻജാത്ത് ആപാരടവുമായിട്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഖബറയിൽ പോയി ആ പള്ളിയിൽ കഴിയും. ആ പള്ളിയിൽ സുബഹി നിസ്കരിക്കാനുണ്ടെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തുന്നു. അവിടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സുബഹിക്ക് ഖുനൂത്ത് ഓതാറില്ലായിരുന്നു. ആളുകൾ ചോദിച്ചു, നിങ്ങൾ സുബഹിക്ക് ഖുനൂത്ത് ഓതണമെന്നും അതിന് ഹദീസ് തെളിവ് കൊണ്ടുവന്ന പണ്ഡിതനല്ലേ? ആളുകൾ പറഞ്ഞു, ഞാൻ അങ്ങനെ തെളിവൊക്കെ കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കിടക്കുന്നത് ആരാണ്? ഖുനൂത്ത് ഇല്ല എന്ന് തെളിവ് പറഞ്ഞ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാനെങ്ങനെ എന്റെ തെളിവ് കൊണ്ടുവെക്കും? ഞാനെങ്ങനെ കയ്യുയർത്തി ഖുനൂത്ത് ഓതും? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷം ഒരു നിസ്കാരത്തിന് ശേഷം ഇമാം ഷാഫിക്ക് വേണ്ടി ദുആ ചെയ്യാതെ എന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ലെന്ന് ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. നമുക്കറിയില്ല. ദീനി വിഷയത്തിൽ ഇജ്തിഹാദ് നടത്തി കഴിഞ്ഞാൽ, ഗവേഷണം നടത്തിയാൽ ആ ഗവേഷണം ശരിയായ യോഗ്യതയുള്ള ആളുകൾ നടത്തി കഴിഞ്ഞാൽ അതിൽ പിഴച്ചാലും അവർക്ക് കൂലിയുണ്ടെന്നാണ്. അത് നമുക്കറിയാം. നമ്മളങ്ങോട്ടും എന്തിനീ സാധാരണക്കാരൊക്കെ പറഞ്ഞിട്ട് നമ്മളെയും കളയുന്നത്? അവരുടെ ലോകം വേറെയാണ്, അലിമികളുടെ ലോകം വേറെയാണ്, അവരുടെ ചർച്ചകൾ വേറെയാണ്. അവർക്ക് ഉസൂലറിയാം, അവർക്ക് കാര്യത്തിന്റെ കടപ്പറയാം. എന്തിനാണ് നടക്കുന്നത്? നമ്മളിതൊന്നും അറിയാതെ വെറുതെ അങ്ങോട്ട് കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഈമാൻ ഫസാദാക്കണം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വിനയമുള്ളവരാവുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ് സലാം, സലാം പരത്തണേ, വഅത്ഇമുത് തആം, നന്നായി ഭക്ഷണം കൊടുക്കണേ, വസിലുൽ അർഹാം, കുടുംബബന്ധം പുലർത്തണേ, വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെ കോർക്കുമ്പോൾ രാത്രി എണീറ്റ് നിസ്കരിക്കണേ, എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം. അല്ലാഹു കഴിയുമ്പോൾ ഈ ഒരു ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ശുസ് സലാം, സലാം നിങ്ങൾ പരത്തുക. സലാം പറയുമ്പോൾ നമുക്കറിയാം അസ്സലാം പ്രാർത്ഥനയാണ്, ദുആയാണ്. അല്ലാഹുവിന്റെ രക്ഷ നിന്നിൽ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നമ്മൾ ആദ്യം കൊടുക്കുന്നതായിരിക്കാം. സലാം ഭയങ്കര തിരക്കാണ്. രക്ഷപ്പെടരുത്.
സ്വന്തം ഉപ്പണ്ടോ അവിടെ ഒന്ന് പോയിട്ട് സ്ഥലം കൊടുത്ത് രക്ഷപ്പെടുത്തിയുടെ സ്വന്തം ഉമ്മനെ ഒന്ന് രക്ഷപ്പെടുത്തിയോടെ സ്വന്തം ഭാര്യ പ്രേതമ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, നിനക്ക് വേണ്ടി രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്നവർ, നിന്റെ കുഞ്ഞിന്റെ കാഷ്ടം മലവും ബെഡാക്കി സ്വീകരിച്ചവൾ, ജീവിതത്തിൽ ഒരിക്കലും അവളോട് അസ്സലാമു അലൈക്കും അള്ളാഹുവിന്റെ രക്ഷ നിനക്ക് ഉണ്ടാവട്ടെ പ്രിയപ്പെട്ടവളെ എന്ന് പറയാതെ നീ ഉസ്താദിനോട് എന്ത് സലാം ഉസ്താദർക്കെല്ലാം ഭയങ്കര രക്ഷയാണ്, നിങ്ങൾ രക്ഷ കൊടുക്കണ്ട കാണുമ്പോൾ സ്വന്തം മക്കൾക്ക് ഈ രക്ഷ വേണ്ടേ? മാറ്റത്തിന് തയ്യാറാവുന്നത് ചെറിയ കാര്യമല്ല. ഇനി എപ്പോഴാണ് അതൊക്കെ റസൂലുള്ളാഹിന്റെ കൽപ്പനയല്ലേ? റസൂൽ അവിടെ പറയുന്നത് സുന്നത്താണ്. നിങ്ങൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞ വായു കൊണ്ട് തന്നെയാണ് അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയണേ എന്ന് റസൂൽ പറഞ്ഞത്. അവര് സുന്നത്തെ പറഞ്ഞ ചർച്ചയ്ക്ക് എപ്പോഴാണ് വന്നത്? കാലങ്ങൾക്ക് ശേഷം റസൂൽ എപ്പോഴോ ഒരാളെ കണ്ടപ്പോൾ സലാം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ബന്ധമല്ല. നിങ്ങൾ സലാം വേണമെങ്കിൽ പറഞ്ഞോളൂ, സുന്നത്തേ ഉള്ളൂ. അങ്ങനത്തെ സുന്നത്തായില്ല, സുന്നത്താണ് പറഞ്ഞാണെന്നല്ല പറയാ. ചില കാര്യങ്ങൾ അങ്ങനെ ചരിത്രങ്ങൾ പരിശോധിക്കുന്ന ചില സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഘട്ടങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ എപ്പോഴാണ് കണ്ടപ്പോൾ സലാം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ മനസ്സിലാക്കും സലാം സുന്നത്താണെന്ന് ബന്ധമല്ല. കാരണം ഫർളായ കാര്യങ്ങൾ ഹബീബ് റസൂലുള്ളാഹി നോ കോംപ്രമൈസ്. ഒരു വിട്ടുവീഴ്ചയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലായിരുന്നു. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഹബീബ് റസൂലുള്ളാഹി ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു. അത് അവസാനത്തെ വക്തിന് പോലും ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തോളിലേറിക്കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി മദീന പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് സ്വലാത്തുൽ ജമാഅത്തിന് വേണ്ടി. വീണ്ടും ഞാൻ ഉപദേശിക്കുകയാണ്, ജമാഅത്ത് നിസ്കാരം ചെറിയ കാര്യമല്ല. ഒഴിവാക്കരുത്. 27 ദറജ കൂലി എന്ന് പറഞ്ഞാൽ 27 ആലോചിച്ച് നോക്കി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, 27 ആലോചിച്ച് നോക്കി എത്രയാണ്? 27 ഫാത്തിഹയാണ്. അല്ല, ഒരു റക്അത്ത് 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ 4 × 27 എത്രയായി? 108 അല്ലേ? 108 ഫാത്തിഹ, 108 സൂറത്ത്, 108 ദിക്റുകൾ മുട്ടിൽ എത്രയോ ഉണ്ടാവും. 600-700 കണക്കിന് ദിക്റുകൾ. എന്തുകൊണ്ട്? ഒരാളൊന്ന് ജസ്റ്റ് തോണ്ടിയാൽ കിട്ടുന്നതാണത്. മുമ്പ് നിൽക്കുന്നയാള് ഒന്ന് തോണ്ടി നിസ്കരിച്ചാൽ ഇത് നിനക്ക് വേണ്ടെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ മഹ്ശറയിൽ ഒന്നുമില്ലാതെ നമ്മൾ കൈകടിക്കുന്ന ദിവസം വരും. അല്ലാഹു ഒന്ന് തോണ്ടാമായി മുമ്പ് നിൽക്കുന്നയാളെ നമ്മൾ വിചാരിക്കുന്നത് 27 ദറജ കൂലി എന്ന് പറയും. എത്രയാണ് കിട്ടുന്നത്? കുറച്ചൊന്നുമല്ലല്ലോ. ഒരാളെ തോണ്ടി ജസ്റ്റ് ഒരാളെ തോണ്ടി ഇമാമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ, നമ്മൾ മമ്മൂമായി അല്ലെങ്കിൽ നമ്മൾ ഇമാമായി വേറെ മമ്മൂമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ 27 ഇരട്ടി കൂലി തരാന്ന് പറഞ്ഞാൽ എത്രയോ പ്രതിഫലങ്ങളിൽ ഓഫർ വന്നിട്ടും നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ വണ്ടിയിൽ ഒരുമിച്ചായിരിക്കും, കളിക്കാൻ ഒരുമിച്ചായിരിക്കും, തിന്നാൻ ഒരുമിച്ചായിരിക്കും. ജമാഅത്ത് ഒരുമിച്ച് തിന്നാൻ അത് കുടുംബത്തിലാവാറ്. നാട്ടുകാരോട് ഒരുമിച്ച് തോന്നുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. കുടുംബത്തിലായിക്കണ്ട വഴി ഒരുമിച്ച് തോന്നുന്നു. ആ കുടുംബത്തില് ജമാഅത്തും നിസ്കരിക്കട്ടെ, ജമാഅത്തായി നിസ്കരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഫിത്ർ സക്കാത്തിന്റെ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഫിത്ർ സക്കാത്തിലൊക്കെ ഇത്ര നല്ല നിയ്യത്തുകളാണ്. നമുക്ക് സന്തോഷം വരുമ്പോൾ മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിക്കുക. വസ്വിൽ അർഹാം, കുടുംബ ബന്ധം പുലർത്തണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം. ഇപ്പോൾ നമ്മൾ അല്ലാഹുവിനെ കഴിഞ്ഞു അല്ലേ? ഇനിയൊക്കെ നമ്മൾ ഖിയാമിലേക്ക് നിസ്കരിച്ചു അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പൊ 11 വേണ്ട, ഒരു 2 റക്അത്ത് സുബഹിക്ക് മുമ്പ് എണീറ്റിട്ട് നിസ്കരിക്കാനുള്ള ഒരു നിസ്കരിക്കുന്നവരുണ്ടാകും. നിസ്കരിക്കുന്നവർക്ക് 2-4 ആക്കുക, 4 സ്ത്രീകൾ 8 ആക്കുക. ഒന്ന് നിസ്കരിക്കാതെ 2 റക്അത്ത് സുബഹിക്ക് മുമ്പ് നിസ്കരിക്കാനുള്ള ശ്രമത്തിൽ റസൂലുള്ളാഹിന്റെ വസിയത്താണ്. റസൂലുള്ളാഹിയാണ് പറഞ്ഞത്, ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എണീറ്റ് നിസ്കരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൽ ലൈലി ഫതഹജ്ജത്, രാത്രി തഹജ്ജുദ് നിസ്കരിക്കൂ. രാത്രി നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കൂ എന്ന് ഖുർആന്റെ അമറുണ്ട്. അവിടെ സുന്നത്താണ് പറഞ്ഞാണെന്നും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴോ തഹജ്ജുദ് നഷ്ടപ്പെടുത്തിയപ്പോ അതിനെ സ്വഹാബത്ത് രേഖപ്പെടുത്തി അത് തഹജ്ജുദ് സുന്നത്താണ്. കാരണം റസൂൽ എപ്പോഴോ നിസ്കരിക്കാതെ പോയി, പിന്നീട് അദ്ദേഹം ഖളാ വീട്ടി. മാത്രമല്ല റസൂലുള്ളാഹി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നും തഹജ്ജുദ് നിസ്കരിക്കാതെ ഇരുന്നിട്ടില്ല എന്നും അത് പ്രവാചകന്മാർക്ക് മാത്രമാണ് സുന്നത്ത്. കാരണം ചില സ്വഹാബാക്കൾ നിസ്കരിക്കാതെ ഇരുന്നപ്പോൾ അതിനെ വ്യാഖ്യാനിച്ചു ആരോട് മാത്രമാണ്? പ്രവാചകനോട് മാത്രമുള്ളതാണ്, ഉമ്മത്തിന് ബാധകമാണ്. ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പിന്നീട് വന്നത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല തഹജ്ജുദ് സുന്നത്താണെങ്കിൽ അത് വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി, നിസ്കരിച്ചാൽ മതി എന്ന് തോന്നുന്നു. റസൂലുള്ളാഹി പറഞ്ഞു അല്ലാഹു തഹജ്ജുദ് നിസ്കരിക്കൂ. റസൂലുള്ളാഹി സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ
എണീറ്റ് നിസ്കരിക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർളുകളോട് കൂടി ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗ്ഗത്തിലെത്താമെന്ന് ഹബീബ് റസൂലുള്ളാഹി. സ്വർഗ്ഗത്തിലെത്താനുള്ള കുറുക്കുവഴി റസൂൽ പഠിച്ചു. സലാം നിങ്ങൾക്ക് പട്ടിയുള്ള ഒരു ഭക്ഷണം കൊടുക്കുക. കുടുംബബന്ധം പുലർത്തുക. പ്രത്യേകം ശ്രദ്ധിക്കണേ, കുടുംബബന്ധം പുലർത്തിയാലേ സുരക്ഷിതമായി സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ സിറാത്ത് പാലത്തിന്റെ അവിടെ നിൽക്കുമ്പോൾ ഒറ്റ വലി ഉണ്ടാവും ബേക്കിലേക്ക് തിരിച്ചു വന്നിട്ട് അങ്ങനെ പോണ്ട, അങ്ങനെ പോണ്ട. നിന്റെ രണ്ട് കാലും നിന്റെ രണ്ട് കാലും സ്വർഗത്തിലെത്തിയതിന് ശേഷം മാത്രം നീ സ്വർഗത്തിലെത്തിയാലെന്ന് ഉറപ്പിച്ചാൽ മതി എന്ന് റസൂലുള്ളാഹി. രണ്ട് കാലും വരുന്ന സാധ്യത അപ്പോ കാര്യം ഓടി വരും. മറ്റുള്ളവരുടെ ഹക്കിന്റെ പേരിൽ ആരോടുകൂടി എത്ര ബാധ്യതകളും തീർക്കാം. അള്ളാഹുള്ള ബാധ്യത പക്ഷേ അള്ളാഹ് ബന്ധപ്പെടുന്ന മക്കളെ അള്ളാഹ്. പക്ഷെ ജനങ്ങളുമായിട്ടുള്ള ബാധ്യത ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ശുഹദാക്കളാണെങ്കിൽ പോലും ഇസ്ലാമിന്റെ രണ്ടാമത്തെ യുദ്ധം, ചരിത്ര പ്രധാനമായ യുദ്ധമായ ഉഹദിൽ ഷഹീദായി കിടക്കുന്ന ഷഹീദിനെ നോക്കിയ റസൂൽ എന്ന് പറഞ്ഞത് ബാധ്യതയുടെ സ്വർഗ്ഗത്തെ പോകല. പിന്നെ അതിന്റെ ബന്ധം പോലും തെറ്റുന്നവർ, കുടുംബ ബന്ധവും സൗഹൃദവും തുടങ്ങി നിൽക്കുന്നവർ, കടം കൊടുത്തതിന്റെ പേരിൽ പിടിയിൽ പോയുള്ള രീതിയിലായി പോകും. ഒന്ന് വിളിച്ചിട്ട് എന്റെ അടുത്ത് പൈസ ഇല്ല, ഞാൻ പിന്നെ തരാം, ഞാൻ മരിച്ചാൽ ഞാൻ വാങ്ങില്ല, ഇപ്പോഴത്തെ ചെറിയ കടങ്ങളൊക്കെ എന്തൊന്നും പറഞ്ഞു വെച്ചൂടെ. എന്താ നമുക്ക് പോകാനുള്ള മോനെ കണ്ട വേറെ പോകുന്നതിന് അപ്പുറത്തൂടെ പോകുക അല്ലെ, മുകളിൽ തന്നെ വീടാണ് പ്ലീസ് മറ്റേ വീട് പോകുന്ന പോലെ കടം കൊടുത്താൽ ആ ഭാഗത്തൂടെ പോകും. എന്തൊരു കഷ്ടം ഇതൊക്കെ. ഒരാൾ നമ്മളെ സഹായിക്കുന്നില്ല, അവനെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? അവരോട് പറയാം, അല്ലെങ്കിൽ പറയാം അവരുടെ പൈസ ഇല്ല, അങ്ങനെ നീട്ടിക്കൊടുക്കൽ സുന്നത്തല്ല, സ്വർഗ്ഗയുടെ കൂലി കൊണ്ട് കിട്ടുന്നതാണ്. അത് ശ്രദ്ധിക്കണം. കടം കൊടുത്താൽ ഒരാൾക്ക് വീണ്ടും അത് നീട്ടിക്കൊടുക്കണം. അങ്ങനെ നിങ്ങൾ പൈസ ഇല്ലെങ്കിൽ നീട്ടിക്കൊടുത്താൽ വീണ്ടും നിങ്ങളുടെ സ്വതക്ക ചെയ്ത കൂലി കിട്ടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം കിട്ടുലം കാണുന്നവരാണ് ചെയ്യാം, ഡയറക്റ്റ് കൊടുത്തോളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസം അടുത്ത മാസം സ്വതക്കയുടെ കൂലി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഓഫർ റഹ്മാനായ റബ്ബല്ലാഹ് ആര് തരാൻ? റഹ്മത്തുൽ ആലമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കിട്ടിയ ഓഫറാണ്. വേറൊരു ലോകത്തിനും ഉമ്മത്തിനും ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനേ. നാട്ടിലെ എല്ലാ കാര്യങ്ങളും പാവങ്ങൾക്ക് ഭക്ഷണമൊന്നുമില്ല, ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഭക്ഷണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ പെടുന്ന അന്നത്തെ കാലത്തൊക്കെ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അതൊക്കെ ജീവിക്കാൻ, മക്കളെ പോറ്റാൻ വേണ്ടി ജീവിക്കാൻ, അങ്ങനെ പറയാം, മക്കളെ പോറ്റാൻ വേണ്ടി അരിക്ക് വേണ്ടി പണിയെടുക്കുക അല്ലെ, അങ്ങനെ അരി വാങ്ങാൻ വേണ്ടി. അരിക്ക് വലിയ പ്രശ്നമില്ലാത്ത കാലഘട്ടമാണ്. മറ്റുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നാട്ടിലെ ആവശ്യങ്ങൾ, പൊതു ആവശ്യമാണ്. ഇപ്പോൾ ആംബുലൻസിന്റെ ബില്ല് നടക്കുന്നുണ്ട്, സഹായിക്കണം. പ്രധാനം ചെയ്യുമാറാവട്ടെ. ആർക്ക് നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രധാന സംഗതിയല്ലേ, നടക്കട്ടെ. നമ്മളെ കഴിയുന്നതൊക്കെ സഹായിക്കുക. ഒരുപക്ഷെ ആരാണ് നാളെ പോകാന്ന് പറയാൻ പറ്റില്ല. ഈ എതിർത്ത ആളുകളും അല്ലെങ്കിൽ ഭാരതത്തിന്റെ ആളുകളും ഇതൊന്നുമല്ല ഞാൻ പറ്റുന്ന സംഗതിയാണ്. മാറ്റില്ല നടക്കാൻ അവരങ്ങനെ ആംബുലൻസ് ഇറക്കണം, ഞമ്മക്കെന്നെ ഇറക്കണം. ഒരുപക്ഷെ നാളെ ഞാനും തീയരിക്കൽ കിടക്കേണ്ടി നമ്മളെ കൊണ്ടുപോകും സ്ഥലത്ത് പോകുമ്പോൾ അത് മറ്റൊരു ആംബുലൻസ് വേണ്ടാന്ന് പറയാതെ നാവ് പോലെ നമുക്ക് ചലിക്കൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനൊക്കെ ചെയ്യാം. പരമാവധി സഹകരിക്കുന്നതിന്റെ നന്മകൾക്കൊക്കെ സഹകരിക്കുക. നിങ്ങൾ എന്തിനെ നരകത്തിൽ കടന്നു എന്ന് മലക്കുകളൊക്കെ ചോദിക്കുന്നു. ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ലായിരുന്നു, പിന്നെന്തേ? ഞങ്ങൾ പാവങ്ങളെ സഹായിച്ചിട്ടില്ലായിരുന്നു. പാവങ്ങളെ സഹായിച്ചിട്ടില്ലായിരുന്നു. പാവങ്ങളെ അന്നുണ്ടാക്കിയതാണ്. അള്ളാഹ് എല്ലാവരുടെ കയ്യിലും പൈസ കൊടുക്കാൻ അള്ളാഹ് കഴിയും. പക്ഷേ എല്ലാം അള്ളാഹിന്റെ ഹിക്മത്തുകളാണ്. പണം നൽകിയ അള്ളാഹു അത് പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നതിന്റെ അംശം കൊടുക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ വലിയ പ്രശ്നമുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ വലിയ പ്രശ്നമുണ്ടായി. ചെറിയ പ്രശ്നമല്ല. സഹാബികൾ ചേരിതിരിയുന്ന വിഷയത്തിലേക്ക് സംഘടനത്തിന്റെ വക്കിലേക്ക് പോലും എത്തി. അഥവാ പരിശുദ്ധ ഖുർആനിൽ വല്ലദീന യക്നൂന
സ്വത്ത് സമ്പാദിക്കുന്നതിനെ കുറിച്ച് സോഷ്യലിസം വേണമെന്നാണ് അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചില സ്വഹാബികളുടെ വാദം. അഥവാ ഒരു പരിധി വരെ സ്വത്ത് ശേഖരിക്കാൻ പറ്റുള്ളൂ. സോഷ്യലിസം അറിയാം, കുറെ സ്വത്ത് സംഭവിക്കും. ക്യാപിറ്റലിസം ആണെന്ന് പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥ, അമേരിക്ക പോലെ രാജ്യങ്ങളാണ് എന്ന് പറയുന്നത് വലിയ സമ്പത്ത് എത്രയോ ഒരാൾക്ക് പേഴ്സണൽ പ്രൈവറ്റ് സ്വത്ത് എത്ര ഉണ്ടാവാം എന്നുള്ള തീയതി. ഇന്നിപ്പോ അതിലേക്ക് ലോകം മാറി. എത്ര ദീക്ഷാപരമായ നമ്മൾ സഹാബികളുടെ വീക്ഷണം ആലോചിച്ചത്. അപ്പോ പ്രൈവറ്റ് സ്വത്ത് അന്ന് മുസ്ലിം കാലം പോലെയല്ലോ, വലിയ സ്റ്റേറ്റുകളായി പുതിയ സംവിധാനങ്ങളായി രാഷ്ട്ര നിർമ്മാണം ഇസ്ലാം വലിയ ലോകത്തിൽ മൊത്തം വ്യാപിച്ചു. ഇങ്ങനെ വലിയ ഒരുപാട് സ്ഥലങ്ങൾ സ്വന്തത്ത് വരാൻ തുടങ്ങി. സഹാബികളും താബികളും ഒരുപാട് മുതലാളിമാരൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ വലിയ സിസ്റ്റം വന്നപ്പോൾ ചർച്ച ചെയ്തു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ശമിച്ചിരിക്കുന്നു, സ്വർണ്ണം വെള്ളിയും കുമാരങ്ങളായി വെക്കുന്ന ആളുകൾ അള്ളാഹു ശമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? അത് രാജ്യത്തിന് വേണ്ടി കൊടുക്കണം. ഇസ്ലാമിക സ്റ്റേറ്റിലേക്ക് ഒരു പരിധി കഴിഞ്ഞാൽ സ്വത്ത് നമ്മുടെ നാട്ടിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നത് പറയാലോ. EMSന്റെ കാലഘട്ടത്തിൽ അല്ലെ ഭൂപരിഷ്കരണ നിയമം. ഇത്ര ഭൂമിയുള്ള അധികം 100 ഏക്കർ ഭൂമി അധികമുള്ളവര് ബാക്കി ഗവൺമെന്റിലേക്ക് കൊടുക്കണം. 100 വർഷങ്ങൾ 101 ദിവസം ഗവൺമെന്റിലേക്ക് കൊടുക്കണം. സിസ്റ്റത്തിന്റെ മോഡൽ സിസ്റ്റം ഒക്കെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ കേരളം ഒരുപാട് ആവശ്യത്തിലേക്ക് ഒരുപാട് മുന്നിട്ട് നിന്നത്. അപ്പോ ഭൂപരിഷ്കരണ നിയമം പോലെ സാമ്പത്തിക പരിഷ്കരണ നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സംഘം സംഘടിച്ച് അവർ ശക്തമായി വാദിച്ചു. എന്ത് സ്വത്ത് കൂടുതൽ കൈവയ്ക്കാൻ പാടില്ല, ബാക്കി എന്ത് ചെയ്യണം? ഇസ്ലാമിക ഗവൺമെന്റിലേക്ക് കൊടുക്കണം. ആ ഗവൺമെന്റ് അത് സാധുക്കൾക്ക് വിതരണം ചെയ്യണം. അങ്ങനെയാണ് ഖുർആന്റെ ഓർഡർ എന്ന് പറഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബികൾ റസൂലുള്ളാഹി ചെയ്തിട്ടില്ല. അത് നമുക്ക് കാണാൻ കഴിയില്ല. അത് യഹൂദികളെ ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്താണ്. അത് അനാവശ്യമായി സക്കാത്ത് കൊടുക്കാതെ, പാവങ്ങളെ സഹായിക്കാതെ, പാവങ്ങളുടെ ഹക്കൊന്നും കൊടുക്കാതെ സമ്പാദിച്ച ആളുകളാണ്. അവരുടെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഓർഡറാണ്. അത് നമുക്ക് ചെയ്യാൻ എല്ലാവർക്കും ആ നിയമം ബാധകമല്ല എന്ന് പറയുകയും അല്ലെങ്കിൽ വലിയ സംഘടനത്തിലേക്കൊക്കെ പോകേണ്ട അവസ്ഥ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അങ്ങനെ സംഘടനം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ഖുറൈദ എന്ന് പറയുന്ന മരുഭൂമിയിലെ സൗദി അറേബ്യയിലേക്ക് ഖുറൈദ ഉണ്ടാവും. എന്തൊക്കെ ഡൗണായി ഡൗണൊന്നുമല്ല, അതൊരു ഒറ്റപ്പെട്ട ഗ്രാമമാണ്. അവിടേക്ക് മാറി താമസിക്കുകയും അവിടെ ഒറ്റപ്പെട്ട് താമസിച്ചു. എന്നെ കൊണ്ടൊരു പ്രശ്നം നാട്ടിൽ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് മഹാനവറുകൾ അവിടെ പോയിട്ട് ഒറ്റക്ക് താമസിച്ചു എന്ന ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ ബഹുമാനപ്പെട്ട അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സമീപിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പടയണിക്കത്തിന് വന്നപ്പോൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയുടെ പടയണിക്കത്തിന് ഞാൻ തയ്യാറല്ല. എന്റെ ആശയമാണ്, പക്ഷേ ഖിലാഫത്താണ്, പ്രസ്ഥാനമാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ പാഠത്തിന്റെ കാലത്ത് പ്രസ്ഥാനമാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആശയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരു സംവിധാനത്തെ തകർക്കരുത്. ഒരു സംഘടനയുടെ സംവിധാനം, ഒരു മഹല്ല്, ഒരു ജമാഅത്ത് ഉണ്ടാവട്ടെ. ഇതൊക്കെ പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ രണ്ടാക്കാൻ നമ്മൾ പോകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖുറൈദയിലേക്ക് പോയി ബഹുമാനപ്പെട്ട അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒറ്റക്ക് താമസിച്ചു എന്നാണ് അവസാനം രേഖപ്പെടുത്തുന്നുണ്ട്. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് വസിയത്ത് ഉണ്ടായിരുന്നു. ഭാര്യ ചോദിച്ചു, അല്ല മനുഷ്യ, നമ്മൾ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ കാട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആരാമ മയ്യത്ത് കബറക്കാൻ ഒരാളെ കിട്ടുമോ എന്ന് ചോദിച്ചു. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പാത പിൻപറ്റിക്കൊണ്ടാണ് തസവ്വുഫ് വന്നത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുന്നത്. സഹാബികൾ തന്നെ അബൂ ദർ ഒറ്റപ്പെട്ടെന്നെയും ഒറ്റപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടായി. ആ സമയത്ത് മഹാനവർ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്തോ, നീ എന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് വെളിയിലെവിടെയെങ്കിലും വെക്കും. അവിടെ വെച്ചാൽ ആരെങ്കിലും കൊണ്ടുപോകും. ചരിത്രം രേഖപ്പെടുത്തുന്നു. അങ്ങനെ തന്നെ ഭാര്യ മയ്യത്ത് കൊണ്ടുപോയി വെളിയിൽ വെച്ചു. വെളിയിൽ ആ സമയത്ത് സംഘം വന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സംഘം അതിൽ വരികയും അവരെ ചോദിച്ചെന്താ പിന്നെ അവിടെ നിൽക്കുന്നത്, എന്റെ ഭർത്താവ് മരിച്ചു. തുറന്നു നോക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അബൂ ദർ ഗിഫാരിയാണല്ലോ ഇത്, അബൂ ദർ ഗിഫാരി തങ്ങളാണല്ലോ ഇതെന്ന് പറയുകയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബാക്കളുടെയും താബിഈകളുടെ നേതൃത്വത്തിൽ വലിയ ജനാസ നമസ്കാരം നടത്തുകയും മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. ഖുറൈദയിലാണ് ഇന്നും ഇസ്രായേലിൽ ഒരു ഖബറുണ്ട്, അതാണ് പറയപ്പെടുന്നു. ബഹുമാനപ്പെട്ടവരുടെ നല്ല ഖുറൈദയിലാണ് പറയപ്പെടുന്നു. അല്ലാഹു അവരെ ദർജ കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. റമദാൻ എന്ത് മാറ്റമാണ്, എന്ത് പരിവർത്തനമാണ് നമ്മൾ വരുത്തിയത്. ശാരീരികമായ പരിവർത്തനം വേണം, സാമ്പത്തികമായ മാറ്റം വേണം, മാനസികമായ മാറ്റം വളരെ പ്രധാനമാണ്. എല്ലാവരും വലുതാണ് എന്നുള്ള ബോധം ഉണ്ടാവുക, ഞാൻ ചെറുതാണെന്നുള്ള ബോധം ഉണ്ടാവുക, എല്ലാവരും ചിരിക്കാനൊരു മനസ്സുണ്ടാവുക, എല്ലാവർക്കും കൊടുക്കാനൊരു മനസ്സുണ്ടാവുക. പ്രധാനം ചെയ്യുമാറാവട്ടെ.